കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഗ്രേസ് പ്രയർ ഫെലോഷിപ്പിൽ ഒരിക്കൽ കൂടെ ദൈവവചനവുമായി നിങ്ങളോട് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് ഒരുക്കിയ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾക്കായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ മീറ്റിങ്ങുകൾക്ക് നേതൃത്വം നൽകുന്ന പ്രിയ ബീന സിസ്റ്ററെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പലപ്പോഴും നിങ്ങളോട് ഒരുമിച്ച് ഈ ആത്മീക ശുശ്രൂഷയിൽ പങ്കാളിയാകുവാൻ ദൈവം എനിക്കും അവസരം ഒരുക്കിയിട്ടുണ്ട്. ചില ദീർഘനാളുകൾക്ക് ശേഷമാണ് ഈ മീറ്റിങ്ങിൽ ഞാൻ സംബന്ധിക്കുന്നത്. പലപ്പോഴും പ്രിയ സിസ്റ്ററിനെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ എല്ലാം പല കാരണങ്ങളാൽ സംബന്ധിക്കുവാൻ സാധിച്ചില്ല. എന്നാൽ ഇന്ന് നിങ്ങളോട് ഒരുമിച്ചായിരിക്കുന്നത് ദൈവത്തിന്റെ പ്ലാനും ദൈവത്തിന്റെ പദ്ധതിയുമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ ഈ മീറ്റിംഗ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 775 മീറ്റിംഗ് ആണ് ഇന്ന് നടക്കുന്നത്. ഇത്രയും മുടങ്ങാതെ ഈ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് കൊണ്ടുപോകുക, നടത്തുക എന്ന് പറയുന്നത് വലിയ ഒരു സംരംഭമാണ്, വലിയൊരു ദൗത്യമാണ്. അനേക പ്രിയപ്പെട്ടവർക്ക് എല്ലാ ദിവസവും ദൈവവചനം കേൾക്കുവാൻ, അത് രാവിലെയും വൈകിട്ടുമൊക്കെ ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ദൈവം അവസരം ഒരുക്കുന്നത് ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് നാം ആയിരിക്കുന്ന ഭവനങ്ങളിലും നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിലും റൂമിലും അനുഭവിച്ചറിയുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാരംഭമായി ഞാനും പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഓർക്കുക. ഇവിടെ സമയം രാത്രി 10:30 വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവവചനത്തിന് മുമ്പാകെ ചില നിമിഷങ്ങളായിരിക്കാം. കർത്താവിന്റെ സാന്നിധ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴും ശത്രു പറയുന്ന, പിശാച് പറയുന്ന വാക്കുകളെ നാം ശ്രദ്ധിക്കാതെ ദൈവം പറയുന്ന വാക്കുകൾക്ക് നാം വില കൊടുത്താൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന അത്ഭുതങ്ങളെ നമുക്ക് ദർശിക്കുവാൻ സാധിക്കും. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് പിശാചിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ കൃപയ്ക്ക് അനുസരിച്ച് മുന്നേറുവാൻ ഈ ദിവസങ്ങളിൽ ദൈവം സാവകാശം ഒരുക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ആദ്യമായിട്ട് ഞാൻ ഒരു കാര്യം ഇവിടെ ഈ ഗ്രൂപ്പിലുള്ളവരോട് അറിയിക്കുന്നു. ഞങ്ങൾ കേരളത്തിൽ ഒരു ഏജ് കെയർ, ഓൾഡ് ഏജ് ഹോം ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ ഭവനങ്ങളിൽ പലപ്പോഴും ഒറ്റയ്ക്കായിട്ടായിരിക്കുന്ന മാതാപിതാക്കൾ ചിലപ്പോൾ തന്നെ ഭവനങ്ങളിലായിരിക്കുന്ന ഹോം നേഴ്സിനെയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വെച്ച് പലപ്പോഴും നോക്കുന്ന ക്രമീകരണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെയോ അല്ലെങ്കിൽ പ്രിയ ബീന സിസ്റ്റർ മുഖാന്തരം എൻ്റെ നമ്പർ നിങ്ങൾക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് കേരളത്തിൽ പാലക്കാട് വടക്കഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് വളരെ ആധുനിക രീതിയിലുള്ള ഓസ്ട്രേലിയൻ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള വിദേശ രീതിയിലുള്ള ഒരു ഓൾഡ് ഏജ് ഹോം നമ്മൾ അവിടെ തുടങ്ങിയിട്ടുണ്ട്. ആരെയും ഭവനങ്ങളിൽ നിന്ന് പറിച്ചുകൊണ്ട് വരുവാനല്ല, മാതാപിതാക്കൾ ഒറ്റയ്ക്കായിരിക്കുന്ന പലർക്കും അത് ആശ്വാസമാണ്. എല്ലാ സൗകര്യങ്ങളുമുള്ള AC റൂം, അതുപോലെ ഇൻഡിപെൻഡന്റ് റൂം ഉള്ള ഒരു സൗകര്യം ദൈവകൃപയാൽ ഞങ്ങൾക്ക് അവിടെ ആരംഭിപ്പാൻ ദൈവം കൃപയൊരുക്കി. നിങ്ങൾ ആ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. പലർക്കും അത് ആശ്വാസമായി തീരുന്നു. ഈ കഴിഞ്ഞ 1 മാസം മുമ്പാണ് നമ്മളത് ആരംഭിച്ചിരിക്കുന്നത്. ഏകദേശം 15 പേർക്കുള്ള ഒരു അഡ്മിഷൻ, ഒരു ക്രമീകരണമാണ്. 15 ഇൻഡിപെൻഡന്റ് റൂംസ് ആണ് നമ്മൾ അവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അവിടെ എല്ലാ സൗകര്യവും ഉണ്ട്. ഇനി അല്ലെങ്കിലും അത് നിങ്ങൾക്ക് കടന്നുപോയി കാണുവാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. വളരെ ആധുനികമായ രീതിയിലുള്ള നല്ല ഒരു കെയറേഴ്സ്, സ്റ്റാഫ്, മറ്റ് നഴ്സസ് എല്ലാം ഉള്ള ഒരു ഫെസിലിറ്റിയാണ്. അത് ഓർത്ത് പ്രാർത്ഥിക്കുകയും ഇപ്പോൾ തന്നെ അവിടെ 6-7-8 പേരോളം അവിടെ അഡ്മിഷൻ എടുക്കുവാനിടയായി തീർന്നു. നിങ്ങൾ ആ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. നമ്മുടെ ഭവനങ്ങളിൽ മാതാപിതാക്കൾ ഒറ്റയ്ക്കായി തീരാതെ അവർക്കൊരു കൂട്ടായിട്ട് ജീവിപ്പാനുള്ള ഒരു അവസരം അങ്ങനെയുള്ളവർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. സ്തോത്രം. നമുക്ക് വായിക്കാം. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായിട്ട് 2 ശമൂവേലിന്റെ പുസ്തകം 8-ാം അധ്യായം. എല്ലാവർക്കും വിശുദ്ധ വേദപുസ്തകം എടുക്കാം. 2 ശമൂവേൽ 8-ാം അധ്യായം, അതിന്റെ 6-ാമത്തെ വാക്യവും 14-ാമത്തെ വാക്യവും, 2 വേദഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ആദ്യം കൊണ്ടുവരികയാണ്. 2 ശമൂവേൽ chapter 8 verse 6 and 14. പിന്നെ ദാവീദ് ദമ്മേശേക്കിനോട് ചേർന്ന അരാമിൽ കാവൽ പട്ടാളങ്ങളെ പാർപ്പിച്ചു. അരാമ്യരും ദാവീദിന് ദാസന്മാരായി തീർന്നു, കപ്പം കൊടുത്തു വന്നു. ഇങ്ങനെ ദാവീദ് ചെന്നിടത്തൊക്കെയും യഹോവ അവന് ജയം നൽകി.
14-ാമത്തെ വാക്യം. അവൻ ഏദോമിൽ കാവൽ പട്ടാളങ്ങളെ ആക്കി. ഏദോമിൽ എല്ലായിടത്തും അവൻ കാവൽ പട്ടാളങ്ങളെ പാർപ്പിച്ചു. ഏദോമ്യരൊക്കെയും ദാവീദിന് ദാസന്മാരായി തീർന്നു. ദാവീദ് ചെന്നിടത്തൊക്കെയും യഹോവ അവന് ജയം നൽകി. താങ്ക് യു. ദാവീദ് ചെന്നിടത്തൊക്കെയും യഹോവ അവന് ജയം നൽകി. ഒന്ന് പറഞ്ഞാട്ടെ, ദൈവം ജയം നൽകുന്നവനാന്ന് പറ. നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് ഇരുന്നു കൊണ്ട് ദൈവസന്നിധിയിൽ പറ, ദൈവം ജയം തരുന്നവനാണ്. ദൈവം യഹോവ ദാവീദിന് ചെന്നിടത്തൊക്കെയും ജയം നൽകി. ഇന്ന് ഈ ആത്മീക കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ ഒരു ആത്മീക ദൂത് പ്രാരംഭത്തിൽ തന്നെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. പരാജയപ്പെട്ട ഒരുവനെ അല്ല നമ്മൾ ആരാധിക്കുന്നത്, പരാജയപ്പെട്ട ഒരാളോടല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്, പരാജയപ്പെട്ട ഒരുവനല്ല നമ്മുടെ നേതാവ്, പരാജയപ്പെട്ടവനല്ല നമ്മൾ സേവിക്കുന്ന കർത്താവ്. നമ്മുടെ കർത്താവ് ജയാളിയാകയാൽ ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ദാവീദ് ചെന്നിടത്തൊക്കെയും ദൈവം യഹോവ അവന് ജയം നൽകി. എത്ര പേർക്ക് സന്തോഷമുണ്ട്? നിങ്ങളൊക്കെ പരാജയപ്പെട്ടവരെ പോലെ ഇരിക്കുകയും പരാജയപ്പെട്ടവരെ പോലെ ആകുവാനും ദൈവം ആഗ്രഹിക്കുന്നില്ല. ഞാന് ഒരു കത്തോലിക്ക കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. ഞാനൊരു 10 വയസ്സുള്ള സമയത്ത് ഈ പെന്തക്കോസ്റ്റ് ചർച്ചിലേക്ക് എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായതിനെ തുടർന്ന് 10-11 വയസ്സുള്ള സമയത്ത് ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ രണ്ടാമത്തെ ബ്രദറിന്റെ കൂടെ ഈ ചർച്ചിലേക്ക് പോയി. അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ദേവദാസൻ, അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഒരു 1-2 ആഴ്ചയിലെങ്കിലും ആരാധനയിൽ പറയുന്ന ഒരു പദമുണ്ട്, നിങ്ങളൊക്കെ മൊട്ടക്കച്ചവടത്തിൽ നഷ്ടം വന്നവരെ പോലെ ഇങ്ങനെ ഇരിക്കരുതെന്ന്. എനിക്ക് അന്നൊന്നും ഇതൊന്നും മനസ്സിലായിട്ടില്ല. എന്നിട്ട് അദ്ദേഹം അത് എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഈ മൊട്ടയും തലയിൽ വെച്ചോണ്ട് പോകുന്ന ഈ കച്ചവടക്കാരൻ, അദ്ദേഹത്തിന്റെ തലയിൽ നിന്ന് ഇത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു നിവൃത്തിയില്ല, നഷ്ടമായി. ഒരു 10 നിലത്ത് വീണാ തീർന്നു, പിന്നെ അതൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. നമ്മൾ ഇതുപോലെ മൊട്ടക്കച്ചവടത്തിൽ നഷ്ടം വന്നവരൊന്നും അല്ല. നമ്മൾ പരാജയപ്പെട്ടവരല്ല. നമ്മൾ ഇന്ന് ഈ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവ പാദപീഠത്തിൽ ഇരുന്നു കൊണ്ട് പറ, യഹോവ ഞാൻ പോകുന്നിടത്തൊക്കെയും ഞാൻ ആയിരിക്കുന്നിടത്തൊക്കെയും എനിക്ക് ജയം തരുന്ന ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഈ വചന ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ കർത്താവിനെ ഹൃദയം നന്ദിയാൽ നിറഞ്ഞുകൊണ്ട് സ്തുതിക്കട്ടെ. നമ്മൾ പരാജയപ്പെടാൻ ദൈവം അനുവദിക്കുന്നവനല്ല. സ്തോത്രം. നമ്മൾ ലോകപരമായിട്ട് എപ്പോഴും കേൾക്കുന്ന ഒരു ചിന്തയുണ്ട്, തോൽവി വിജയത്തിന്റെ മുന്നോടിയാണ്. അതൊക്കെ നല്ല ആശയമൊക്കെയാ. പക്ഷേ ഞാൻ ദൈവസന്നിധിയിൽ പറയട്ടെ, നമ്മുടെ കർത്താവ് തോൽവി അടഞ്ഞവനല്ല. ഒരിടത്തും തോറ്റവനല്ല എൻ്റെ കർത്താവ്, ഒരിടത്തും പരാജയപ്പെട്ടവനല്ല എൻ്റെ കർത്താവ്. സ്തോത്രം. യേശു എന്തിനെയൊക്കെ ജയിച്ചു എന്ന് ആദ്യം ഞാൻ നിങ്ങളോട് പറയാം. എന്നിട്ട് ഇന്നത്തെ എൻ്റെ മെസ്സേജിന്റെ വിഷയം ജയിക്കുന്നവന് ലഭിക്കുന്നത് എന്തൊക്കെയാണെന്നാ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ പ്രസംഗത്തിന്റെ വിഷയം ജയിക്കുന്നവന് ലഭിക്കുന്നത് എന്തെല്ലാം. സ്തോത്രം. നമ്മുടെ ചിന്താഗതിക്ക് ഒരു മാറ്റം വരണം. ഈ മോട്ടിവേറ്റ് ചെയ്യുന്ന ആളുകൾ കൂടുതലും ചെയ്യുന്ന എന്താണെന്നറിയാമോ? അവരെപ്പോഴും പോസിറ്റീവ് മാത്രമേ പറയുന്നുള്ളൂ എന്നുള്ള. അവര് നമ്മുടെ ഉള്ളിലോട്ട്, നമ്മുടെ തലച്ചോറിലോട്ട് നൽകുന്നത് മുഴുവൻ പോസിറ്റീവ് തിങ്കിങ്ങാ. പക്ഷെ പിശാച് നമ്മുടെ ചെവിയിലും നമ്മുടെ ഹൃദയത്തിലും മന്ത്രിക്കുന്ന മുഴുവൻ നെഗറ്റീവ് തോട്ട്സാണ്. പിശാച് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിങ്ങളോട് പറയാം. നിരാശ കൊണ്ടുവരിക എന്നുള്ളത് പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ നമ്മളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുന്നതൊക്കെ പിശാചിന്റെ പഴയ തന്ത്രമാണ്. കൊലപാതകം ചെയ്യിക്കുക എന്ന് പറയുന്നതും ഒരു പഴയ സ്റ്റൈലാണ്. ദൈവമക്കളെ പിടിക്കാൻ ഏറ്റവും പിശാച് ഉപയോഗിക്കുന്ന തന്ത്രം എന്താ? നിരാശ കൊണ്ടുവരിക എന്നുള്ളതാണ്.
ഇന്നീ ആരാധനയിൽ, ഇന്നീ മീറ്റിംഗിൽ സംബന്ധിക്കുന്നവർ നിരാശരായി ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ നിങ്ങളോട് വചനത്തിലൂടെ എനിക്ക് പറയാനുള്ളത്, അത് പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രമാണ്. ഒരു പ്രായം കഴിയുമ്പോൾ ഉടനെ പിശാച് നമ്മുടെ ഉള്ളിൽ പറയുന്നത്, ഇനി നിന്നെ കൊണ്ടൊന്നും. ഒരു 2 ദിവസം അസുഖമായി കഴിയുമ്പോഴത്തേന് പിന്നെ നമ്മൾക്ക് ഒരു 10 പ്രാവശ്യം നമുക്കൊരു പ്രശ്നം വരുമ്പോഴത്തേന് ഇനി ഈ മീറ്റിംഗ് ഒന്നും എന്നെ കൊണ്ട് നടത്താൻ സാധിക്കത്തില്ല. ഇടയ്ക്കിടയ്ക്ക് രോഗം. ഇവിടെ ആരോ പ്രാർത്ഥിച്ചപ്പോഴോ എന്തോ പറഞ്ഞപ്പോഴോ പറയുന്നത് കേട്ടു, ബീന ജെ സിസ്റ്ററെ എനിക്ക് കണ്ടുപരിചയമില്ല, ഞങ്ങൾ ഒരു വോയിസ് ഇട്ടിട്ടേ ഉള്ളൂ, സംസാരിച്ചിട്ട് പോലുമില്ല. പറയുന്നത് ഇവിടെ ഞാൻ കേട്ടതാ. സ്തോത്രം. അതിൽ നിന്ന് വേണമെങ്കിൽ എനിക്ക് ദൂതൊക്കെ ആയിട്ട് പറയാം, പക്ഷെ ഞാൻ നേരിട്ട് അങ്ങ് പറയാ, നമുക്ക് ഇങ്ങനെ ഒരു 2-3 പ്രാവശ്യം ആകുമ്പോൾ നമുക്ക് ഉടനെ തോന്നുന്ന ഒരു ചിന്ത എന്താണെന്നറിയാമോ? ഇനി എന്നെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല. ഈ ആളുകളുടെയൊക്കെ പ്രശ്നം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്ന പ്രോബ്ലമാ. ഞാൻ ഇതൊന്നും ചെയ്യുന്നില്ല, ഇനി എന്നെ കൊണ്ട് നടക്കത്തില്ല, എത്ര പ്രശ്നമാ എന്ന് പറഞ്ഞ് നിരാശ ഹൃദയത്തിനകത്ത് വരുന്നെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ പറയട്ടെ, നിരാശ എന്ന് പറയുന്ന സാത്താന്റെ ഒരു തന്ത്രമാണ്. ഇനി എനിക്കൊരു ഉയർച്ച ഉണ്ടാകത്തില്ല, ഇനി എനിക്കൊരു ജയം ഉണ്ടാകത്തില്ല, ഇനി എന്റെ മോനെ കൊണ്ടൊരു ഉപകാരമില്ല, എന്റെ മോൾക്കൊരു ഭാവിയില്ല എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി പറയട്ടെ, ദാവീദ് ചെന്നിടത്തൊക്കെയും ജയം നൽകുവാൻ കാരണം ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ടാ. സ്തോത്രം. ഞാൻ ആദ്യം ചില മിനിറ്റുകൾ നിങ്ങളോട് 1-2 കാര്യങ്ങൾ ഈ ലോകപരമായിട്ട് തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഇവിടെ ഇരിക്കുന്ന ചില പ്രായമായവർ ചിന്തിക്കുന്നത് ഇനി എന്നെ ഒന്നിനും കൊള്ളത്തില്ലെന്നാ. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളൊന്ന് സ്റ്റഡി ചെയ്തപ്പോ ലോകം കൺട്രോൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട വ്യക്തികളുടെയൊക്കെ പ്രായം ഞാനൊന്ന് പഠിച്ചു നോക്കി. ഇവിടെ ഇരിക്കുന്ന ഏറ്റവും പ്രായമുള്ളവർക്ക് എത്ര വയസ്സുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഏറ്റവും പ്രായമുള്ളവർക്ക് കൂടി വന്നാൽ 70 വയസ്സുള്ള ആരെങ്കിലും ഉണ്ടോ? 70-75 വയസ്സൊക്കെ ഉള്ള ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയെങ്കിൽ അവരോട് മക്കൾ പറയുന്നത്, ഇനി അമ്മേ വീട്ടിനകത്ത് കയറിയിരുന്നോ, എങ്ങോട്ടും പോകരുത്. നമ്മുടെ കേരളത്തിനകത്തുള്ള ഒരു സിസ്റ്റമായത്. അല്ലെങ്കിൽ 75 വയസ്സുള്ള അപ്പച്ചനോട് പറയും, ഇനി വണ്ടി ഓടിക്കരുത്, അല്ലെങ്കിൽ വണ്ടി കയറരുത്, വീട്ടിനകത്ത് മര്യാദയ്ക്ക് ഇരുന്നോണം, ഇനി ചുരിദാർ ഇടരുത്, ഇനി പാൻറ് ഇട്ടുകൊണ്ട് അപ്പച്ചൻ നടക്കരുത്. ഇതൊക്കെയാണ് നമ്മുടെ ഉള്ളിലുള്ള ചിന്താഗതി. ഞാൻ പറയുന്നത് ഹല്ലേലൂയ, നിങ്ങൾക്ക് ചിലർക്കെങ്കിലും പ്രയോജനകരമായി ആദ്യം തീരട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുക. ലോകത്തിലെ 1ാമത്തെ പൗരനായി ഇപ്പൊ കാണുന്ന ട്രംപിന്റെ വയസ്സ് ഞാൻ ഒന്ന് അടിച്ചു നോക്കിയപ്പോ മനസ്സിലായി, അദ്ദേഹത്തിന് 79 വയസ്സ്. 79 വയസ്സുള്ള ട്രംപിന് ഇനിയും അദ്ദേഹത്തിന് ഹല്ലേലൂയ പലതും ചെയ്യാൻ അദ്ദേഹം ഹല്ലേലൂയ ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുക. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഹല്ലേലൂയ പ്രസിഡന്റിന്, അവിടുത്തെ പ്രൈം മിനിസ്റ്റർ പ്രസിഡന്റ്, അദ്ദേഹത്തിന് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വയസ്സ് എത്രയാണെന്നറിയാമോ? 76 വയസ്സ്. ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററിന്റെ പ്രായം അറിയാമോ? നരേന്ദ്രമോദി, നമ്മുടെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ, അദ്ദേഹത്തിന് 75 വയസ്സ്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇതിനകത്തിരിക്കുന്ന വിശ്വാസികളിൽ പലരും ഇപ്പോ 50 വയസ്സാകുമ്പോഴേ ഇനി എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞ് പെട്ടിയും പടവും മടക്കുക. വ്ളാഡിമിർ പുടിൻ, റഷ്യൻ പ്രസിഡന്റിന്റെ പ്രായം എത്രയെന്നറിയാമോ? 73. കൂടുതലും മലയാളികളല്ലേ ഇതിനകത്ത്? ആരും മലയാളികളില്ലാത്തില്ല. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രായം എത്രയെന്ന് അറിയാമോ? അടുത്ത ഇലക്ഷൻ വരിക, അദ്ദേഹം തന്നെ ഇനിയും ലീഡർ തന്നെ ആയിരിക്കും. ഇനിയും അദ്ദേഹം തന്നെ ആയിരിക്കും നേതൃത്വം വഹിക്കുന്നത്. പിണറായി വിജയൻ, നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രായം 80 വയസ്സ്. 80 വയസ്സുള്ള ആരെങ്കിലും ഇതിനകത്ത് ഇരിപ്പുണ്ടോ ഈ പ്രയറിൽ? അദ്ദേഹം ഒരു ദിവസം യാത്ര ചെയ്യുന്ന, അദ്ദേഹം ഒരു ദിവസം മെസ്സേജ് പറയുന്ന, അദ്ദേഹം ഒരു ദിവസം കേരളത്തിൽ ഹല്ലേലൂയ പത്രസമ്മേളനം അല്ലെങ്കിൽ കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഞാൻ എന്തിനാ ഇത് പറഞ്ഞെന്നറിയാമോ? ദൈവമക്കളെ, ഇത്രയും വിശ്വാസമുള്ള, ഇത്രയും പ്രാർത്ഥിക്കുന്ന, ഇത്രയും ദൈവമായിട്ട് ബന്ധമുള്ള നീ എന്തിനാ ഇത്രയും നിരാശപ്പെടുന്നേ? ഓരോ ദിവസവും 775ാമത്തെ മെസ്സേജ് ഈ ഗ്രേസ് പ്രെയർ ഫെലോഷിപ്പിലൂടെ കേട്ടിട്ട് എന്ത് ഗുണമുണ്ടായി? പോസിറ്റീവ് എനർജി ദൈവവചനത്തിലൂടെ കിട്ടുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് എന്താ ഗുണം?
സ്തോത്രം. മനസ്സിലാകുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തിയാണ്. ഇന്നു രാത്രി ഹല്ലേലൂയ, ദാവീദ് ചെന്നിടത്തൊക്കെയും ദൈവം അവന് ജയം നൽകിയെങ്കിൽ ഇന്ന് ദൈവസന്നിധിയിൽ നമ്മുടെ നിരാശകൾ മാറട്ടെ. നമുക്ക് ജയം തരുന്ന ഒരു കർത്താവ് ജീവിക്കുന്നുണ്ട്. സ്തോത്രം. ദാവീദിന് ജയം ലഭിക്കാൻ അനേക കാരണങ്ങളുണ്ട്. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. എസ്തേറിന്റെ പുസ്തകം 6-ാം അധ്യായം 13-ാം വാക്യം വായിക്കണ്ട. അവിടെ എന്താ പറയുന്നതെന്ന് അറിയാമോ? ഹാമാനോട് ഹാമാന്റെ ഭാര്യ പറയുക, അവൻ യഹൂദനാണെങ്കിൽ നീ അവനെ ജയിക്കത്തില്ല. അങ്ങനെയെങ്കിൽ യഹൂദനാണെങ്കിൽ ജയം നിശ്ചയമാണ്. മനസ്സിലാകുന്നവരെ ഓർത്ത് സ്തോത്രം. ജയിക്കാനുള്ള ഒന്നാമത്തെ മാനദണ്ഡം ഞാൻ നിങ്ങളോട് പറയാം. ജയിക്കാനുള്ള ഒന്നാമത്തെ മാനദണ്ഡം ഒരു യഹൂദനായിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് യഹൂദനായിരിക്കാൻ നമുക്ക് സാധിക്കത്തില്ല. യഹൂദനായിരിക്കുക എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം എന്താ ഇവിടെ മനസ്സിലാക്കണം. ഒന്ന്, ഹല്ലേലൂയ, ജയിക്കാനുള്ള മാനദണ്ഡം ദൈവം നമ്മുടെ ഉടയവനായിട്ടുള്ള ജാതി ആയിരിക്കുക എന്നുള്ളതാണ്. യഹൂദന്റെ പ്രത്യേകത ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അവർക്കൊരു ലോഡ് സ്വന്തമായിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ പ്രത്യേകത. ലോഡ്, ലാൻഡ്, ഹല്ലേലൂയ, ലോ, ഈ 3 കാര്യങ്ങൾ ലഭിച്ച ഒരു കൂട്ടരാണ് യഹൂദനെങ്കിൽ യഹൂദനെ ജയിക്കാൻ സാധിക്കത്തില്ല. കാരണം എന്താണ്? യഹൂദന് ദൈവം അവന്റെ സ്വന്തമാണ്. ഇന്നു രാത്രി ദൈവം നിന്റെ സ്വന്തമാണെങ്കിൽ ഹാമാൻ നിന്നെ നോക്കി പറയും, ശത്രു നിന്നെ നോക്കി പറയും, നിന്നെ ജയിക്കാൻ സാധിക്കത്തില്ല. മനസ്സിലാകുന്ന ദൈവമക്കളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എപ്പ തോക്കാൻ റെഡി ആയിട്ടിരിക്കുന്നവരാ നമ്മൾ. എത്ര പ്രസംഗം കേട്ടിട്ടും എത്ര ആത്മീക കൂട്ടായ്മയെ സംബന്ധിച്ചിട്ടും ഇപ്പൊ തോക്കും, ഇപ്പൊ ഞാൻ വീഴും, ഇപ്പൊ ഞാൻ നശിക്കും, ഇപ്പൊ പരാജയമായി തീരും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് എനിക്കൊരു ആത്മീക ദൂത് പറയാനുണ്ട്. നീ ഒരു യഹൂദനാണെങ്കിൽ നിന്നെ ആര് തകർക്കാൻ ശ്രമിച്ചാലും, ഒന്നുകൂടെ ഞാൻ വിശദമായി പറയാം, നീ ഒരു ദൈവ പൈതലാണെങ്കിൽ, ദൈവം നിന്റെ യജമാനനായി കൂടെയുണ്ടെങ്കിൽ നീ പരാജയമടയത്തില്ല. സ്തോത്രം. രണ്ടാമത്തെ കാര്യം, ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ പരാജയം അടയത്തില്ല, അവൻ ജയിക്കും. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 13-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 2 ദിനവൃത്താന്തം 13-ന്റെ-18. ഇങ്ങനെ ഇസ്രായേലിയർക്ക് ആ കാലത്ത് താഴ്ച വന്നു യഹൂദ്യരും തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയിൽ ആശ്രയിച്ചുകൊണ്ട് ജയം പ്രാപിച്ചു. യഹൂദ്യരോ തങ്ങളുടെ ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ട് അവരെന്ത് ചെയ്തു? ജയം പ്രാപിച്ചു. യഹൂദൻ ജയിക്കാനുള്ള കാരണം അവര് ദൈവത്തിൽ ആശ്രയിച്ചു എന്നുള്ളതാണ്. എത്ര പേർക്ക് ഇന്ന് പകലിൽ ഞാൻ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നുണ്ട്? ഒരു പാസ്റ്ററിലല്ല അല്ല നമ്മൾ ആശ്രയിക്കേണ്ടത്, ഒരു വ്യക്തിയിലല്ല, ഒരു പ്രസ്ഥാനത്തിലല്ല. ഇന്നു രാത്രി ദൈവാത്മാവിൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലാണോ നീ? ഏതു സ്ഥലത്ത് എവിടെയായിരിക്കുന്നു എന്ന് ഇന്നു രാത്രി നീ ഭാരപ്പെടണ്ട. നിന്റെ ഏകാന്തതയുടെ മധ്യത്തിൽ ഇറങ്ങി വന്നു പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. പത്മോസ് ദ്വീപിൽ നീ ഇതുവരെ ആരും കാണാത്ത ഒരു വെളിപ്പാട് നിന്റെ ഏകാന്തതയിൽ യോഹന്നാനെ വെളിപ്പെടുത്തുന്ന ദൈവമാണെങ്കിൽ ഇന്നു രാത്രി ദൈവസന്നിധിയിൽ നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു കർത്താവുണ്ട്. സ്തോത്രം. ദാവീദിന്റെ ഏകാന്തതയുടെ നടുവിൽ, ഒന്നുകൂടെ പറഞ്ഞാൽ കാട്ടിൽ ആടിനെ മേയ്ക്കുന്ന ഏകാന്തതയുടെ നടുവിൽ, അപ്പനും അമ്മയും സഹോദരന്മാരും ആരും ഇല്ലാതിരിക്കുന്ന സ്ഥാനത്ത് അവന്റെ മേൽ ഇറങ്ങി വന്നു ഒരു ദൈവ കൃപയുണ്ട്, ഒരു അഭിഷേകമുണ്ട്. ഇന്നു രാത്രി ആ അഭിഷേകം ഇവിടെ ഇരിക്കുന്ന ചിലരുടെ മേൽ ദൈവം മഞ്ഞായി മഴയായി ഒഴിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ പരാജയത്തെ ഇന്നു രാത്രി എന്റെ കർത്താവ് വിജയമാക്കി മാറ്റാൻ പോകുക. സ്തോത്രം. ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ട്, പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ട് ദൈവം അവർക്ക് ജയം നൽകി. ജയിക്കാനുള്ള മാനദണ്ഡം പറയാം. നാമോ, ഹല്ലേലൂയ, റോമാലേഖനം 8-ാം അധ്യായം 37-ാമത്തെ വാക്യത്തിൽ, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഇനി ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരാം. പ്രിയ
സിസ്റ്ററിനോട് പറഞ്ഞത് കുറച്ച് സമയം ഹല്ലേലൂയ ദൈവാത്മാവ് നടത്തുന്ന പോലെ സംസാരിച്ചോളാം. ടൈമൊക്കെ പറഞ്ഞിട്ടുണ്ട്, എങ്കിൽ പോലും ദൈവാത്മാവ് നടത്തുന്ന പോലെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പദം ഉള്ളത് കൊണ്ട് ഞാൻ ഹല്ലേലൂയ പറയട്ടെ. വിശുദ്ധ വേദപുസ്തകം ബൈബിൾ ആരംഭിക്കുന്നത് പരാജയത്തിൽ നിന്നാണ്. ഉൽപ്പത്തി പുസ്തകം ആദ്യത്തെ മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് വിജയിക്കേണ്ടതിന് പകരം അവൻ പരാജയമായി തീർന്നു. ആദാം ഒരു ടോട്ടൽ പരാജയം എന്ന് പറയാൻ അങ്ങനെ തന്നെ പറയേണ്ടി വരും. അവനൊരു ദൈവത്തിന്റെ പദ്ധതി പൂർണ്ണമായി നിവർത്തിക്കാൻ സാധിക്കാതെ അവനൊരു പരാജയമായി തീർന്നു. ഇന്നു രാത്രി ദൈവാത്മാവിൽ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ പരാജയമാണോ വിജയമാണോ? നമുക്ക് നമ്മളെ കുറിച്ച് തന്നെയുള്ള ഒരു ചിന്ത. ഇന്ന് ഈ രാത്രി ദൈവവചനം കേൾക്കുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിന്റെ കുടുംബജീവിതത്തിൽ നീ പരാജയമാണോ വിജയമാണോ? നീ ഒരു ഭർത്താവ് എന്നുള്ള നിലയിൽ പരാജയമാണോ വിജയമാണോ? അപ്പുറത്തിരിക്കുന്ന ആന്റിയോട് ചോദിച്ചാൽ ആന്റി ഹല്ലേലൂയ വീട്ടിൽ നിന്ന് ഇന്ന് രാത്രി വഴക്കുണ്ടാകാതിരിക്കാൻ വേണ്ടി അച്ചായനെ പോലെ വിജയമുള്ള ഒരാൾ വേറെ ലോകത്തിൽ ഇല്ലെന്നേ പറയത്തുള്ളൂ. അമ്മാമ്മയോടും അതുപോലെ തിരിച്ചു ചോദിക്കണം, സ്തോത്രം, ഒരു പരാജയമാണോ എന്ന് ചോദിച്ചാൽ അന്ന് രാത്രി പിന്നെ കഞ്ഞികൂടി മുട്ടുന്നോണ്ട് നമ്മൾ പരാജയമാണോ വിജയമാണോ, നീ ഒരു ഭാര്യ എന്ന് പറയുന്നതിൽ വിജയമാണോ പരാജയമാണോ എന്ന് ചിലപ്പോൾ നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നവർ ചിലപ്പോൾ കറക്റ്റ് ഒന്നും പറയത്തില്ല. പക്ഷെ നമ്മുടെ മനസാക്ഷിക്ക് അറിയാൻ ഞാൻ പരാജയമാണോ വിജയമാണോ. പാസ്റ്റർമാർ ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ പാസ്റ്റർമാരോട് ഞാൻ ചോദിക്കാം, നീ ഒരു പാസ്റ്റർ എന്നുള്ള നിലയിൽ പരാജയമാണോ വിജയമാണോ? പാസ്റ്ററുടെ ഭാര്യ എന്ന് പറയുന്ന നിലയിൽ ഇരിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ നീ പാസ്റ്ററുടെ ഭാര്യ എന്നുള്ള നിലയിൽ ഒരു വിജയമാണോ പരാജയമാണോ? ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നീ പരാജയമാണോ വിജയമാണോ? നിന്റെ പൊസിഷനിൽ നീ പരാജയമാണോ വിജയമാണോ? ഇന്ന് രാത്രി ഓരോരുത്തരും ഒന്ന് സ്വയമായി പരിശോധിക്കാൻ, ഞാൻ സക്സസ് ആണോ? എന്റെ ലൈഫ് ഒരു സക്സസ് ലൈഫാണോ അതോ ഫെയിലിയർ ആണോ? കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ നമ്മുടെ മിനിസ്ട്രിയിലുള്ള കുറച്ച് പാസ്റ്റേഴ്സിന് അവർക്ക് ക്ലാസ് എടുത്തപ്പോ 100% വിജയിച്ച ഒരേ ഒരു വ്യക്തിയുള്ളൂ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. പഴയ നിയമത്തിലെ ശൗല ഹല്ലേലൂയ പരിപൂർണമായിട്ടും പരാജയമായിരുന്നു. രാജാവ് എന്നുള്ള നിലയിൽ അവനെ തെരഞ്ഞെടുത്തിട്ട് അവൻ ഫുള്ളായിട്ട് പരാജയമായിരുന്നു. യൂദ ദൈവം തെരഞ്ഞെടുത്തു, യൂദ ഫുൾ പരാജയമായിരുന്നു. നിന്നെ തെരഞ്ഞെടുക്കാത്തോട്ടൊന്നുമല്ല. മോശ ദൈവം തെരഞ്ഞെടുത്ത വ്യക്തിയാ, അവൻ ഫുൾ പരാജയമൊന്നുമല്ല, പക്ഷെ ചില സമയങ്ങളിൽ അവൻ പരാജയപ്പെട്ടു. ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. അബ്രഹാം വിശ്വാസികളുടെ പിതാവ്, ചില കാര്യങ്ങളിൽ അവന് പരാജയമുണ്ടായി, പക്ഷെ അബ്രഹാം ഒരു സക്സസ് പേഴ്സണാ. ഞാൻ പലർക്കും ബൈബിളിലെ വ്യക്തികൾക്ക് പെർസെന്റേജ് മാർക്ക് ഇട്ട് നോക്കിയിട്ടുണ്ട്. സ്തോത്രം. യോസഫിന്, അബ്രഹാമിന്, ഹല്ലേലൂയ ദാവീദിന്, ഇവരൊക്കെ പുതിയ നിയമത്തിലോട്ട് വരുമ്പോ പൗലോസിന്, ഹല്ലേലൂയ ചിലർക്കൊക്കെ ഡിസ്റ്റിങ്ഷൻ കൂടുതൽ മാർക്കുണ്ട്, ചിലരൊക്കെ ഫസ്റ്റ് ക്ലാസ്സാ. ഇന്ന് രാത്രി നമ്മളും നമുക്കൊന്ന് മാർക്കിട്. സ്തോത്രം. ഇതിനകത്തിരിക്കുന്ന ഹല്ലേലൂയ ബിന്ദു സിസ്റ്റർ, ഹല്ലേലൂയ തന്നെത്താൻ ഒന്ന് മാർക്കിട്. ഹല്ലേലൂയ ജസ്നി റോബിൻ സിസ്റ്റർ തന്നെത്താൻ ഒന്ന് മാർക്കിട്. നിങ്ങളോട് ഒരു പ്രവാചകനൊന്നും നിങ്ങൾക്ക് മാർക്കിടണ്ടെന്നേ. ഹല്ലേലൂയ ഗസ്റ്റ് പാസ്റ്റർ ആയിട്ട് വന്ന് ഒരാളൊന്നും മാർക്കിടണ്ട. ഇതിനകത്തിരിക്കുന്ന റൂബി സിസ്റ്റർ, ഹല്ലേലൂയ ഇതിനകത്തിരിക്കുന്ന മീര സിസ്റ്റർ, നിങ്ങളോടെല്ലാം ഞാൻ വീഡിയോയിൽ കാണുന്ന ചിലരുടെ പേര് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളൊന്ന് നിങ്ങൾക്ക് തന്നെ മാർക്കിട്. എന്റെ ജോലിയിൽ ഞാൻ പരാജയമാണോ? എന്റെ ശുശ്രൂഷയിൽ ഞാൻ പരാജയമാണോ? എന്റെ ആത്മീക ജീവിതത്തിൽ എനിക്ക് എത്ര പെർസെന്റേജ് മാർക്ക് ഉണ്ടെന്ന് സ്വയമായിട്ട് നമ്മളൊന്നിട. നമ്മളെ വേറൊരാൾ വിലയിരുത്തുന്നതിലും നല്ലത്, എന്നെ വേറൊരാൾ വിലയിരുത്തുന്നതിലും നല്ലത് ഞാൻ തന്നെ വിലയിരുത്തുന്ന. ഞാൻ ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. ജയിക്കുന്നവന് ലഭിക്കുന്ന ഒരു 7 കാര്യങ്ങൾ വേഗത്തിൽ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ജയിക്കുന്നവന് ലഭിക്കുന്ന 7 കാര്യങ്ങൾ. അത് വെളിപ്പാട് പുസ്തകത്തിലെ
7 സഭകളോടുള്ള ബന്ധത്തിൽ അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം ഒരാൾക്ക് ആദ്യമായിട്ട് വായിക്കാം. വെളിപ്പാട് പുസ്തകം റെവലേഷൻ ചാപ്റ്റർ 2. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവർ കേൾക്കട്ടെ. ജയിക്കുന്നവന് 2-ാം മരണത്താൽ ദോഷം വരികയില്ല. അത് 2-ാമത് വായിക്കാം. ഓക്കെ, 2-ന്റെ-7 ഒന്ന് വായിച്ചേ സിസ്റ്ററെ. 2-ന്റെ-7 വായിച്ചിട്ട് നമുക്ക് പിന്നീട് 2-ന്റെ-11 വരാം. 2-ന്റെ-7 ഒന്ന് വായിച്ചേ. നിക്കുലിനോട് നടക്കുന്നു പകയ്ക്കുന്നു എന്ന് നന്മ ഉണ്ട്, അത് ഞാനും പകയ്ക്കുന്നു. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവർ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പർദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നുവാൻ കൊടുക്കും. ഒന്നാമത്തെ ജയിക്കുന്നവന് ലഭിക്കുന്ന ഒന്നാമത്തെ കാര്യം എഴുതിക്കോ, നോട്ട് ചെയ്യുന്നവർ എഴുതിക്കോ, ജീവവൃക്ഷത്തിന്റെ ഫലം കിട്ടും. വെളിപ്പാട് പുസ്തകം എഫെസോസിലെ സഭയ്ക്കുള്ള ദൂത, എഫെസോസിലെ സഭകൾക്കുള്ള സഭയുടെ ദൂതൻ എഴുതുക എന്ന് പറഞ്ഞിട്ട് ഒന്നാമത്തെ കാര്യം 7 സഭകൾക്കുള്ള ദൂത് വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങളിൽ പറയുമ്പോൾ അതിൽ ഒന്നാമത്തെ സഭയായിരിക്കുന്ന എഫെസോസ് സഭയോട് പറയുകയാണ്, നിന്റെ ആദ്യ സ്നേഹം നിന്റെ കുറഞ്ഞു പോയി എന്നൊരു കുറവ് നിന്നെ കുറിച്ച് പറയുവാനുണ്ട്, കുറ്റം നിന്നെ കുറിച്ച് പറയുവാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ സഭയെ കുറിച്ച് പറഞ്ഞു വന്നിട്ട് ആദ്യത്തെ എഫെസോസ് സഭയോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പർദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ജയിക്കുന്നവന് ലഭിക്കുന്നത് ഒന്നാമത് ജീവവൃക്ഷത്തിന്റെ ഫലം കിട്ടുക എന്നുള്ള. ഇതിനെന്തുവാ ഇത്ര പ്രാധാന്യം? ഇതിനകത്ത് എന്താ ഇത്ര സന്തോഷം? ആദ്യത്തെ വ്യക്തി പരാജയമടഞ്ഞപ്പോ ലഭിക്കാതെ പോയത് എന്താണെന്നറിയാമോ? ജീവവൃക്ഷത്തിന്റെ ഫലമാണ്. മനസ്സിലാകുന്നവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഉൽപ്പത്തി പുസ്തകം ആരംഭ ഭാഗത്ത് ആദാമിനെ ഹവ്വയെ സൃഷ്ടിച്ചിട്ട് അവരോട് ദൈവം നന്മതിന്മകളുടെ വൃക്ഷത്തിന്റെ ഫലം കഴിക്കരുതെന്ന് പറഞ്ഞിട്ട് അവരത് പറിച്ച് തിന്നപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടത് എന്താണെന്നറിയാമോ? ജീവവൃക്ഷത്തിന്റെ ഫലം കഴിക്കാൻ പറ്റിയില്ല. പരാജയപ്പെട്ടവന് ലഭിക്കാതിരുന്നത് ജയിക്കുന്നവന് തരുമെന്ന ഒന്നാമത്തെ ജയിക്കുന്നവനുള്ള ദൈവത്തിന്റെ ദൂത്. ഒന്നുകൂടെ പറയാം. ആദ്യമായി പരാജയപ്പെട്ട മനുഷ്യന് ലഭിക്കാതെ പോയത് ജയിക്കുന്ന, ക്രിസ്തുവിൽ കൂടെ ജയിക്കുന്ന ഒരു ദൈവ പൈതലിന് ദൈവം തരുമെന്നുള്ള പ്രത്യാശയുണ്ടെങ്കിൽ ഇന്നു രാത്രി ആ പ്രത്യാശയുള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തിയ. ജയിക്കുന്നവന് ലഭിക്കുന്ന ഒന്നാമത്തെ കാര്യം ജീവവൃക്ഷത്തിന്റെ ഫലമാണ്. സന്തോഷം എത്ര പേർക്കുണ്ട് ഇന്ന് രാത്രി? ഹല്ലേലൂയ. സന്തോഷത്തോടെ, ഹല്ലേലൂയ, പ്രത്യാശയോടെ. ലോകത്തിൽ പലരുടെയും പ്രത്യാശ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മെസ്സേജ് കേൾക്കാഞ്ഞിട്ടൊന്നുമല്ല, യൂട്യൂബിൽ പ്രസംഗമില്ലാഞ്ഞിട്ടൊന്നുമല്ല, പ്രസംഗിച്ചും കേട്ടും ഹല്ലേലൂയ ജീവവൃക്ഷത്തിന്റെ ഫലത്തെക്കുറിച്ചുള്ള അനുഭവം കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ബാക്കിയുള്ള പലതും നമ്മുടെ ഹൃദയത്തിനകത്ത് അന്തർഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ഞാൻ ഒരു ദൂത് വിളിച്ചു പറയട്ടെ. ജീവവൃക്ഷത്തിന്റെ ഫലം ജയിക്കുന്നവന് തരുമെന്ന് പറയുവാൻ കാരണം എന്താണെന്നറിയാമോ? പരാജയപ്പെട്ട ആദിമ മനുഷ്യന് ലഭിക്കാതെ പോയത് വിജയിച്ചിരിക്കുന്ന, ക്രിസ്തുവിൽ കൂടെ ജയാളിയായിരിക്കുന്ന, ഇന്നു രാത്രി വചനം കേൾക്കുന്ന ഒരു ദൈവ പൈതലേ, നമ്മുടെ പിതാവിന്, നമ്മുടെ പിതാക്കന്മാർക്ക്, നമ്മൾക്ക് ആർക്കും ലഭിക്കാത്ത ആ ഭാഗ്യം ദൈവം നമുക്ക് തരുന്നതോർത്ത് ഇന്നു രാത്രി ഹൃദയം ഒന്ന് സന്തോഷത്താൽ നിറയട്ടെ. സ്തോത്രം. ജീവവൃക്ഷത്തിന്റെ ഫലം എന്ന് പറയുന്നത്, പിന്നെ മരണം എന്ന് പറയുന്നത് അവനില്ല. രണ്ടാമത്തെ കാര്യം അതിനോട് ചേർന്ന് തന്നെയാണ്. രണ്ടാമത്തെ സഭയോട് പറയുകയാണ്, സ്മൂർണയിലെ സഭയോട് പറയുന്നു, ആത്മാവ് സഭകളോട്, അത് ആദ്യം വായിച്ചത്, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ലഭിക്കുന്ന രണ്ടാമത്തെ കാര്യം, അവൻ മരിക്കത്തില്ല. അങ്ങനെയെങ്കിൽ രണ്ടാം മരണത്താൽ ദോഷമുണ്ടാകത്തില്ലെന്നുള്ളതാണ് ജയിക്കുന്നവന് ലഭിക്കുന്ന രണ്ടാമത്തെ ഗുണം.
വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്, രണ്ടാം മരണത്താൽ ഇനി അവന് ദോഷം വരികയില്ല. അങ്ങനെയെങ്കിൽ ജയിക്കുന്നവന് ഇനി മരണഭയം ആവശ്യമില്ല. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുമ്പോഴും മരണഭയം അലട്ടിക്കൊണ്ടിരിക്കുന്ന അനേകർ ഇതിനകത്തുണ്ട്. എനിക്കിനി എന്ത് സംഭവിക്കും? ഒരു കുഞ്ഞു രോഗം വരുമ്പോൾ, ഒരു ചെറിയൊരു വിഷയം വരുമ്പോൾ, ചെറിയ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, അല്ല പ്രായം ഓരോ ദിവസവും ചെല്ലുമ്പോൾ നമ്മളെ ഏറ്റവും അധികം ഭയപ്പെടുത്തുന്നത് മരണഭയമാ. എന്നാൽ ഒരു ക്രിസ്തു ഭക്തന്റെ പ്രത്യാശ എന്ന് പറയുന്നത് അവന് മരണത്തെ പേടിക്കാനില്ലെന്നുള്ളതാ. ഞാൻ മരിക്കയില്ലെന്നുള്ള ഉറപ്പാണ്. നമ്മുടെ ഈ ശരീരം ഇങ്ങനെ മരിച്ചാൽ, ഇവിടുന്ന് കെട്ടുപോയാൽ നമുക്കൊരു കാര്യം അറിയാം, നമ്മൾ നിത്യജീവനായിട്ട് എഴുന്നേറ്റ് വരും. ഈ ദിവസങ്ങളിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് നിത്യജീവനെ കുറിച്ചുള്ള പ്രത്യാശ കുറയുകയും നമ്മുടെ അക്ഷരീകമായ മരണത്തെ നമ്മൾ ഭയപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. എത്ര പേർക്ക് ഹല്ലേലൂയ, ഞാൻ മരിക്കത്തില്ല, ഞാൻ ജീവിച്ചിരുന്ന് എൻ്റെ കർത്താവിനെ ഉയർത്തുമെന്നുള്ള പ്രത്യാശ ഈ 2026 ഹല്ലേലൂയ നമുക്ക് പ്രത്യാശ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി ജീവിക്കും, കർത്താവിന് വേണ്ടി പലതും ചെയ്യും. എൻ്റെ പ്രായം അതിനൊരു തടസ്സമല്ല, എൻ്റെ രോഗം അതിനൊരു തടസ്സമല്ല. ഹല്ലേലൂയ ജീവിതത്തിലെ സാഹചര്യങ്ങൾ ഒന്നും അതിന് തടസ്സമല്ല. എൻ്റെ കർത്താവിനെ ഉയർത്തുവാൻ അത് കാരണമായി തീരും. ഇന്ന് രാത്രി ആ പ്രത്യാശയുള്ളവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നീ ഒരു ദൂതേ പറഞ്ഞുള്ളൂലും, ഒരു മെസ്സേജേ പറഞ്ഞുള്ളൂലും, ഒരു ദിവസമേ ജീവിച്ചുള്ളെങ്കിലും അത് കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ദൈവഭക്തന്മാർ ഇന്ന് രാത്രി ആ പ്രത്യാശ ഉണ്ടാകട്ടെ. നിന്നെ ഭയപ്പെടുത്തുന്ന മരണഭയം മാറട്ടെ. സ്തോത്രം. കർത്താവ് ജീവനോടെ എടുത്തുകൊണ്ട് പോകുവാൻ ആഗ്രഹിക്കുന്ന ഏലിയാവിനെ ഭയപ്പെടുത്തിയത് മരണഭയം. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? ഇസബേൽ എന്ന് പറയുന്ന സ്ത്രീ ഒരു ദിവസം പറഞ്ഞു, നീ കഴിഞ്ഞ ദിവസം കൊന്നില്ലേ, 400, 450, 850 പ്രവാചകന്മാരെ കൊന്നില്ലേ, അതുപോലെ നിന്നെ ആക്കുമെന്ന് ആര് പറഞ്ഞെന്നറിയാമോ? ഇസബേൽ പറഞ്ഞു. ഇസബേൽ പറഞ്ഞ വാക്ക് കേട്ടിട്ട് ഏലിയാവ് ചൂരച്ചെടിയുടെ കീഴിൽ കിടന്ന് മരിക്കാൻ ആഗ്രഹിക്കുക. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലായോ? ദൈവത്തിന് ഇവനെ കുറിച്ചുള്ള പ്ലാൻ എന്താ? ഏലിയാവിനെ കുറിച്ച് ദൈവത്തിന്റെ പ്രൊജക്ട് എന്താ? ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞ ദൈവത്തിന്റെ പ്രൊജക്ട്, ദൈവത്തിന്റെ പ്ലാൻ ഇവനെ കുറിച്ച് എന്താ? രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുന്നു. രാജാക്കന്മാരെ അഭിഷേകം ചെയ്യണം. ഇവന്റെ എൻഡ് ഓഫ് ലൈഫ് എങ്ങനെയായിരിക്കും എന്നാ ദൈവം എഴുതി വെച്ചിരിക്കുന്നത്? അതാ ഞാൻ ചോദിക്കുന്നത്. ഇവനെ നിങ്ങൾക്ക് ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ടോന്ന് അറിയാനാ. ഇവനെ മരണം കാണാതെ എടുത്തോണ്ട് പോകണമെന്നാ ദൈവത്തിന്റെ പ്ലാൻ. അതാ ഞാൻ പറഞ്ഞു വന്നേ. പക്ഷെ ഇപ്പൊ ഇവൻ ഒരു സ്ത്രീയുടെ വാക്ക് നിമിത്തം എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു? ചൂരച്ചെടിയുടെ കീഴെ കിടന്നുകൊണ്ട് പറഞ്ഞ കാര്യം എപ്പോഴും പാസ്റ്റർമാരും നമ്മളും ഒക്കെ പറയുന്നല്ലേ. എന്താ പറയുന്നത്? ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നമ്മൾ നമ്മുടെ പ്രാർത്ഥനയിൽ, ഞാൻ പലപ്പോഴും സഭായോഗത്തിൽ കേൾക്കുന്ന ഒരു കാര്യം, കർത്താവേ ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരെക്കാട്ടിലൊന്നും വലിയ ശ്രേഷ്ഠതയൊന്നും ഉള്ളവരല്ല. എന്നിട്ട് ഏലിയാവ് ബാക്കി പറഞ്ഞത് എന്താണെന്നറിയാമോ? ഞാനിപ്പോ മരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പലപ്പോഴും പറയുന്നത്, ചിലരുടെ കൂടെ താമസിച്ചാൽ അവര് പറയുന്നത് നമ്മുടെ ഉള്ളിൽ അറിയാതെ കയറും. ഏലിയാവ് കുറച്ചു ദിവസം ആരുടെ കൂടെ താമസിച്ചെന്നറിയാമോ? നയനിലല്ലോ, സാരാഫത്തിലെ വിധവയുടെ കൂടെ. സാരാഫത്തിലെ വിധവ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? വന്നപ്പോ വഴി വെച്ച് തന്നെ പറഞ്ഞത് എന്താ? നിങ്ങളൊന്ന് പറഞ്ഞേ, ആരെങ്കിലും ഒന്ന് അഡ്മിറ്റ് ചെയ്ത് ഇടയ്ക്ക് പറഞ്ഞോ. ഞാനും എൻ്റെ ഒരല്പം ഞാനിവിടെ വിറക് പെറുക്കുക. എന്താ വിറക് പെറുക്കിക്കൊണ്ട് അവള് പറഞ്ഞെന്നറിയാമോ? ഞാനും എൻ്റെ മോനും ഉണ്ട്, എനിക്ക് അച്ചായനില്ല. അച്ചായൻ ചില നാളുകൾക്ക് മുമ്പ് കർത്താവിൽ നിദ്ര പ്രാപിച്ചു. ഇനി ഞാനും എൻ്റെ മോനും മാത്രമേ ഉള്ളൂ. ഒരല്പം ഒരട ഉണ്ടാക്കാനുള്ള മാവിരിപ്പുണ്ട്. അത് കഴിച്ചിട്ട് ഞാനും മോനും അത് കഴിച്ചിട്ട് ഞാൻ മരിക്കാൻ ആഗ്രഹിക്കുന്നു.
ആദ്യം കണ്ടപ്പോ ഏലിയാവിനോട് പറഞ്ഞ കാര്യമാണ്. അവിടെ കുറച്ചു ദിവസം പാർത്തു. സാരാഫത്തിലെ വിധവയുടെ വീട്ടിൽ കുറച്ചു ദിവസം പാർത്തു. ആ പ്രശ്നത്തിന് പരിഹാരമായി, അടയുടെ പ്രശ്നത്തിന് പരിഹാരമായി ഏലിയാവ് പാർത്തുകൊണ്ട്. പക്ഷേ എല്ലാ ദിവസവും എഴുന്നേറ്റ് വരുമ്പോ 5 വർഷം മുമ്പ് പോയ അച്ചായനെ കുറിച്ച് ഓർത്തോർത്ത് ഈ അമ്മാമ്മ കരഞ്ഞുകൊണ്ടിരിക്കുക. ആ കരച്ചിൽ നിർത്തണം. ഇന്ന് രാത്രി ദൈവസനയിൽ പറയാം, ആ കരച്ചിൽ അങ്ങ് നിർത്ത. ഇതാ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പരാജയം. 5 വർഷം മുമ്പ് പോയത് ഓർത്ത് നിരാശപ്പെട്ടിട്ട് കാര്യമില്ല. 5 വർഷം മുമ്പ് നഷ്ടപ്പെട്ട നിന്റെ മോനെ ഓർത്തിട്ട് കരഞ്ഞുകൊണ്ടിരിക്കാനല്ല ദൈവം നിന്റെ മുമ്പിലുള്ള ജീവിതം വെച്ചിരിക്കുന്നത്. ദുഃഖമൊക്കെ ഉണ്ട്. ഇതിനകത്തിരിക്കുന്ന ചിലരോടുള്ള ദൈവത്തിന്റെ ആത്മാവിലുള്ള ദൂത ഉണ്ടായി 6 മാസം കഴിഞ്ഞപ്പോ ഹല്ലേലൂയ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞിനെ ഓർത്ത് 25 വർഷം കഴിഞ്ഞിട്ടും കരഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. നിന്റെ 40ാമത്തെ വയസ്സിൽ നിന്റെ ഭർത്താവ് മരിച്ചുപോയി, അല്ലെങ്കിൽ ഭാര്യ മരിച്ചുപോയി. നീ ദുഃഖിച്ചോണ്ടിരുന്നാൽ മുമ്പിലുള്ള ഒരു വലിയൊരു ദൗത്യം നിന്നെ കുറിച്ച് ദൈവത്തിനുണ്ട്. സാരാഫത്തിലെ വിധവേ, നിന്റെ ഭർത്താവ് മരിച്ചുപോയെന്ന് പറഞ്ഞ് നിന്റെ ഭർത്താവ് ഉള്ളതിനേക്കാൾ നിന്നെ ദൈവത്തിന് നടത്താൻ പ്ലാൻ ഉണ്ട്. നിന്റെ ഭർത്താവ് ഉള്ളപ്പോൾ ഉള്ളതിനേക്കാൾ ഒരു വലിയൊരു പ്രവാചകനെ നിന്റെ വീട്ടിൽ വരുത്താൻ, നിന്റെ ക്ഷാമത്തിൽ നിന്നെ പരിപാലിക്കാൻ ദൈവം പദ്ധതി ഒരുക്കുന്നുണ്ട്. ദൂത് മനസ്സിലാകുന്ന ദൈവമക്കളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നീ ഇന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടത്, നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത് വിലപിക്കുന്ന വിലാപം ഇന്ന് രാത്രി നിർത്ത. പിറ്റേ ദിവസത്തിനുള്ള അടയായി. ഏലിയാവ് എത്ര ദിവസം പാർത്തോ അത്രയും ദിവസത്തിനുള്ള അട ഈ വീട്ടിൽ ഇപ്പോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എന്നും രാവിലെ അമ്മാമ്മ എഴുന്നേറ്റ് വരുമ്പോ പാസ്റ്ററോട് പറയുന്ന കാര്യം, ഏലിയാവിനോട് പറയുന്ന കാര്യം, ഈ അട എന്ന് തീർന്നോ? ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് സ്റ്റൈല് മാറ്റിയെന്നുള്ളൂ. സ്റ്റൈല് മാറ്റിയിട്ട് പറയുന്ന ഈ അട എന്ന് തീരുന്നോ അന്നും പാസ്റ്റേ. മനസ്സിലാകുന്നോ? ഇപ്പോ അട ഇല്ലാത്തതായിരുന്നു ഇത്രയും നാളും പ്രശ്നം. അത് കഴിഞ്ഞപ്പോ ഭർത്താവില്ലാത്ത പ്രശ്നം. ഓരോ ദിവസവും നിന്റെ പ്രശ്നങ്ങൾ നോക്കിക്കൊണ്ടിരിക്കാതെ പ്രശ്നങ്ങളുടെ മുകളിൽ കൂടെ നടന്നു വരുന്ന യേശുവിനെ കാണാൻ കഴിയുന്നെങ്കിൽ ഇന്നു രാത്രി നിന്റെ ജീവിതം ജയമായി തീരും. ഞാൻ ഒന്നുകൂടെ പറയാം, പ്രശ്നങ്ങളെ നോക്കിക്കൊണ്ടിരിക്കാതെ പ്രശ്നങ്ങളുടെയും തിരമാലകളുടെയും മുകളിൽ കൂടെ സ്റ്റെപ്പ് വെച്ച് വരുന്ന യേശുവിനെ കാണാൻ കഴിയുന്ന ദൈവവൈതലാണോ, നീ പരാജയപ്പെടത്തില്ല. ഏലിയാവ് ഇടയ്ക്കിടയ്ക്ക് ഹല്ലേലൂയ കേട്ടോണ്ടിരുന്ന കാര്യം ഇതാ. എവിടെ പാർത്തപ്പോ സാരാഫത്തിലെ വിധവയുടെ വീട്ടിൽ വെച്ച് കേട്ട പദമായത്, മരിക്കണം മരിക്കണം മരിക്കണം. ദൈവം എടുത്തോണ്ട് പോകാൻ ദൂതന്മാരെ, കോടി കോടി ദൂതന്മാരെ, അല്ലെങ്കിൽ അഗ്നിമയമായ രഥമൊക്കെ അയച്ച് ഹല്ലേലൂയ ഇങ്ങനെ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഏലിയാവ് ഹല്ലേലൂയ പറയുന്ന വാക്ക് കേട്ടോ. ഹല്ലേലൂയ ഈ അമ്മാമ്മ പഠിപ്പിച്ചതാണ്. സാരാഫത്തിലെ അമ്മാമ്മ പഠിപ്പിച്ച പദമാ ഹല്ലേലൂയ. ഏലിയാവ് പിന്നെ ചൂരച്ചെടിയുടെ കീഴിൽ കിടന്നുകൊണ്ട് പറയുന്നത്, ഇന്ന് രാത്രി ദൈവത്തിന് നീ ഹല്ലേലൂയ ഒരു പദ്ധതിയുണ്ട്. നിന്റെ മരണത്തെ കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ മരണത്തെ ജയിച്ചവനായ എന്റെ യേശു ജയിച്ച 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഒറ്റവാക്കി പറയാം. യേശു ഒന്നാമത് ജയിച്ചത് എന്താണെന്നറിയാമോ? യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാം വാക്യത്തിൽ യേശു ക്രിസ്തു പറയുന്നുണ്ട്, ഞാൻ എന്തിനെയാ ജയിച്ചിരിക്കുന്നതെന്ന്. വായിക്കണമെങ്കിൽ ഒന്ന് വായിച്ചോ. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഒന്നാമത്തെ കാര്യം, ലോകത്തിൽ നിങ്ങൾക്ക്, നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് എഴുതി വെക്കുന്ന ഒരു വാക്യം അത്, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവ് ജയിച്ച ഒന്നാമത്തെ കാര്യം ലോകത്തെ ജയിച്ചവനാണ്.
രണ്ടാമത് അവൻ പിശാചിനെ ജയിച്ചവനാണ്. വാക്യങ്ങൾ പിന്നെ വായിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ കർത്താവ് പിശാചിനെ ജയിച്ചവനാണ്. മൂന്നാമത് അവൻ രോഗത്തെ ജയിച്ചവനാ, രോഗത്തെ. നാലാമത് അവൻ ശാപത്തെ ജയിച്ചവനാ, ശാപങ്ങളെ ജയിച്ചവനാ. അഞ്ചാമത് ഇവൻ മരണത്തെ ജയിച്ചവനാ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഇന്ന് രാത്രി ജയത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഈ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലോട്ടൊന്ന് കേറിയാലുണ്ടല്ലോ, എന്റെ കർത്താവ് ലോകത്തെ ജയിച്ചവനാന്നുള്ളത്, എന്റെ കർത്താവ് പിശാചിനെ ജയിച്ചവനാന്നുള്ളത്, എന്റെ കർത്താവ് മരണത്തെ ജയിച്ചവനാന്നുള്ള ചിന്ത അകത്ത് കയറട്ടെ. ഇന്ന് രാത്രി നിന്റെ രോഗത്തെ നീ ചിന്തിച്ച് ഭാരപ്പെടുന്നെങ്കിൽ, രോഗത്തെ ജയിച്ചവനാണ് യേശു എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ എത്ര പേർക്ക് ഇന്ന് രാത്രി ഉറപ്പുണ്ട്? അവൻ ഏത് രോഗത്തെയും തന്റെ വചനമായി അയച്ചു വിടുവിക്കുന്നവനാണ്. ഏത് രോഗത്തെയും അവന്റെ അടിപ്പിണരാൽ സൗഖ്യം തരാൻ കഴിയുന്നവനാ. ഇന്നു രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കളുടെ മേൽ ഈ രോഗസൗഖ്യം ദൈവം കൽപ്പിച്ചിരിക്കുക. രോഗസൗഖ്യം എന്ന് പറയുന്ന ഉണ്ടെന്ന് ഇന്ന് രാത്രി വിശ്വസിച്ചോ, വചനം അയച്ചു പിടിവിക്കൂ. ആരും നിങ്ങളെ തൊടണ്ട. ഇന്നു രാത്രി വചനത്തിന്റെ ശക്തി നിങ്ങളുടെ ശരീരത്തിന്മേൽ വ്യാപരിക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മെ തകർക്കുന്ന, നമ്മെ ക്ഷീണിപ്പിക്കുന്ന, നമ്മുടെ ശരീരത്തിന്റെ ബലത്തെ കെടുത്തുന്ന രോഗബന്ധനം ഇന്നു രാത്രി അഴിഞ്ഞു മാറുമെന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. രോഗത്തെ ജയിച്ച ഒരുവനെയാ ഇന്ന് രാത്രി നമ്മൾ വിശ്വസിക്കുന്നത്. മരണത്തെ ജയിച്ചവൻ, ലോകത്തെ ജയിച്ചവൻ, പിശാചിനെ ജയിച്ചവൻ, ശാപത്തെ ജയിച്ചവനാ നമ്മുടെ കർത്താവ്. ചില കുടുംബങ്ങളുടെ മേൽ ശാപം ഉണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇന്ന് രാത്രി വിശ്വസിക്കണം, ആ ശാപത്തെ എന്റെ കർത്താവ് ജയിച്ചിരിക്കുക. ദൈവത്തെ അറിയാത്ത പല കുടുംബങ്ങളും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇല്ലാത്ത കാര്യമൊന്നുമല്ല, ഉള്ള കാര്യമാണ്. ചിലരുടെ ഭവനങ്ങളിൽ അവർക്ക് ആ കുടുംബത്തിലുള്ള ആർക്കും കുടുംബജീവിതം സക്സസ് ആകത്തില്ല. ചിലരുടെ കുടുംബത്തെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർ ഒരു പ്രായത്തിന് മുമ്പ് അവരുടെ വീട്ടിൽ ഒന്നല്ലെങ്കിൽ ഒന്ന് ഇങ്ങനെ മരണം സംഭവിക്കുക. പക്ഷെ ഇന്ന് രാത്രി യേശുവിൽ വിശ്വസിക്കുന്ന, ദൈവത്തെ വിശ്വസിക്കുന്ന നിന്റെ ജീവിതത്തിൽ ഈ ശാപത്തെ അവൻ അഴിച്ചു മാറ്റിയിരിക്കുക. പിന്നെ നീ അതും ചുമന്നുകൊണ്ട് നടക്കണ്ട. ഇന്ന് ദൈവത്തിന്റെ പ്രവർത്തിക്കുന്ന കാര്യം ദൈവം അയച്ചിരിക്കുന്നെങ്കിൽ പരാജയത്തെ ഇന്ന് രാത്രി നമുക്ക് മാറ്റിവെച്ച് ജയത്തെ ഒന്ന് കാണാം. സ്തോത്രം. ചിലരോടുള്ള ദൈവത്തിന്റെ ആത്മാവ് ഞാൻ നിങ്ങൾക്ക് കൈമാറുക. മരണഭയത്തിൽ ഇരിക്കുന്ന ചിലരെ ഇന്ന് രാത്രി വചനമയച്ച് ദൈവം വിടുവിക്കുക. നീ ഇനിയും നിന്നെ കുറിച്ച് ദൈവത്തിനൊരു പ്ലാനും പദ്ധതിയും ഉണ്ടെന്ന് പരിശുദ്ധാത്മാവിൽ വ്യക്തമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുന്നു. അസ്തമിച്ചെന്ന് തോന്നുന്നിടത്ത് ദൈവം ചിലതൊന്ന് പുതുക്കി പണിയുവാൻ ദൈവത്തിന് പ്ലാൻ ഉണ്ടെന്ന് ദൈവാത്മാവിൽ വിശ്വസിക്കുന്നവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ജയിക്കുന്നവന് ലഭിക്കുന്ന ഒന്നാമത്തെ കാര്യം ജീവവൃക്ഷത്തിന്റെ ഫലം. രണ്ടാമത് അവൻ മരിക്കുകയില്ല. മൂന്നാമത്തെ സഭയോടുള്ള ബന്ധത്തിൽ പെർഗമോസിലെ സഭയുടെ ദൂതനെ എഴുതുമ്പോൾ അതിന്റെ 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. 2:17 വാക്യം. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്നാൽ, ചെവിയുള്ളവൻ കേൾക്കും. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മഞ്ഞ കൊടുക്കും. ജയിക്കുന്നവന് ലഭിക്കുന്ന മൂന്നാമത്തെ കാര്യം, മറഞ്ഞിരിക്കുന്ന മന്ന ലഭിക്കും. മറഞ്ഞിരിക്കുന്ന പലതും ഇന്ന് രാത്രി എന്റെ ദൈവം നിന്റെ ജീവിതത്തിൽ തരുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ചില മറഞ്ഞിരിക്കുന്നത്, ലഭിക്കാതെ പോയത്, കാണാതെ പോയത് ഇന്ന് രാത്രി ദൈവം നിനക്ക് തരാൻ പോകുക. ഞാൻ വിശദമായിട്ട് ഈ വാക്യത്തിന്റെ ആഴങ്ങളിലേക്ക് കടക്കാതെ ഇന്ന് രാത്രി ആഴത്തിൽ പോയ ചിലത്, നഷ്ടപ്പെട്ട ചിലത്, മറഞ്ഞിരിക്കുന്നത്, കൺമുമ്പിൽ കാണത്തില്ലെന്ന് ചിന്തിച്ചത്, യജമാനനെ ഞാനത് വായ്പ വാങ്ങിയതാണ്, ഇനി എനിക്കത് ലഭിച്ചില്ലെങ്കിൽ ഞാനത് അവനോട് എന്തു പറയുമെന്ന് ചിന്തിച്ചിരിക്കുന്ന പ്രവാചക ശിഷ്യന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ കോടാലിയെ പൊക്കിയെടുത്ത് കരങ്ങളിൽ കൊടുക്കാൻ കഴിയുന്ന ഒരു പച്ചമരം നമ്മളോട് കൂടെയുണ്ടെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ഞാൻ നിന്നോടൊരു ദൂത് പറയട്ടെ. മറഞ്ഞ
മറഞ്ഞിരിക്കുന്ന ചില മന്ന ഇന്നു രാത്രി എന്റെ ദൈവം നിനക്ക് വേണ്ടി തരും. അല്ല, ഇതിനകത്തിരിക്കുന്ന ചില ദൈവദാസന്മാരോട് പറയാം, മറഞ്ഞിരിക്കുന്ന ചിലതിനെ ദൈവം ഇന്നു രാത്രി നമുക്ക് വേണ്ടി തുറന്നു തരാൻ പോകുക. വിശ്വസിക്കുന്ന ദൈവദാസന്മാരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. വർഷങ്ങളായി ലഭിക്കാത്ത മറഞ്ഞിരിക്കുന്ന ചില അനുഗ്രഹങ്ങൾ, ചില ഗുപ്ത നിധികൾ ദൈവം നിന്റെ ശുശ്രൂഷയിൽ, അല്ല നിന്റെ ഒരു പ്രസംഗം മതിയെന്നേ, ഹല്ലേലൂയ, ഒരു വാക്കു മതിയെന്നേ, ഹല്ലേലൂയ, നീ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന മതിയെന്നേ, മറഞ്ഞിരിക്കുന്ന ഇതുവരെ ആർക്കും വെളിപ്പെടാത്ത ചില ആത്മാക്കളെ ദൈവം നിന്റെ സഭയ്ക്കകത്ത് കൊണ്ടുവരും. നീ ഇതുവരെ കാണാത്ത ചില നന്മകൾ നിന്റെ ശുശ്രൂഷ ജീവിതത്തിൽ വെളിപ്പെടും. ഇതുവരെ ലഭിക്കാത്ത ചില പദവികൾ ദൈവം ശുശ്രൂഷയിൽ ചിലർക്ക് ദൈവം വെളിപ്പെടുത്തി തരും. ഇതൊരു തുടക്കമാകട്ടെ. ഇന്നു രാത്രി നീ പരാജയപ്പെടുമെന്ന് ചിന്തിക്കുന്ന സ്ഥലത്തു തന്നെ നിന്നെ ദൈവം ഒരു വിജയമാക്കി മാറ്റും. ഈ ആത്മീയ ശുശ്രൂഷയിലിരിക്കുന്ന ചില വ്യക്തികളോട് വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു, നീ തോൽവി അടയുമെന്ന് നിന്റെ സ്നേഹിതർ പറയുന്നിടത്ത് നിന്നെ ദൈവം വിജയമാക്കി മാറ്റും. നീ നിർത്തിപ്പോകാമെന്ന് ചിന്തിച്ച് നീ പദ്ധതി ഇട്ടിരിക്കുന്നിടത്ത് മറഞ്ഞിരിക്കുന്ന ചിലതിനെ ദൈവം നിനക്ക് വേണ്ടി പുറത്തു കൊണ്ടുവരും. യെസ്, മറ്റുള്ളവർക്ക് ആശ്ചര്യം കൂറത്തക്ക വേണം. നീ ആയിരിക്കുന്ന സ്റ്റേറ്റിലെ നിയമം നിനക്ക് വേണ്ടി ദൈവം മാറ്റിത്തരും. ചിലരോടുള്ള ദൈവത്തിന്റെ വ്യക്തമായ ദൈവിക ആലോചനയാണ്. 20 വർഷമായിട്ടും ലാബാനെ സേവിച്ചിട്ട് യാക്കോബിന് കിട്ടാത്ത ചിലത്, മറഞ്ഞിരിക്കുന്ന ചിലത് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ചില മാസങ്ങൾ കൊണ്ട് യാക്കോബിന് ദൈവം കൊടുത്തതുപോലെ ദൈവം നിനക്ക് മടക്കിക്കൊണ്ടു തരും. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഇതിനകത്തുള്ള എല്ലാവരോടുള്ള ദൈവിക ആലോചനയൊന്നുമല്ല. ചിലരോട് വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ദീർഘനാളുകളായിട്ട് 20 വർഷം ലാബാനെ സേവിച്ച യാക്കോബ്, ഹല്ലേലൂയ, ഇപ്പോഴും പറയുന്നുണ്ട്, എനിക്ക് ഒരു അനുഗ്രഹവും ഇല്ല, ഒരു നന്മയില്ല, ഒരു ഉയർച്ചയില്ല. എന്നാൽ ഇന്ന് രാത്രി പറയട്ടെ, എന്റെ ദൈവം യാക്കോബിന്റെ അവകാശത്തെ വർദ്ധിപ്പിച്ചത് വർഷങ്ങൾ കൊണ്ടല്ല. എന്റെ ദൈവത്തിന് പ്രവർത്തിക്കാൻ അധിക സമയമൊന്നും വേണ്ട. എന്റെ ദൈവത്തിന് വഴി തുറക്കാൻ അധികം നാളുകളൊന്നും വേണ്ട. മറഞ്ഞിരിക്കുന്ന ചില മന്നകൾ ദൈവം നിനക്ക് വേണ്ടി പൊഴിച്ചു തരും. വിശ്വാസത്താൽ കാൽച്ചുവടുകൾ വെച്ച മോശയ്ക്ക് അറിയത്തില്ല എങ്ങനെയാ ദൈവം നടത്തുന്നതെന്ന്. എന്തായാലും മോശയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇത്രയും ലക്ഷം പേരെ പോഷിപ്പിക്കാനൊന്നും മോശയുടെ കയ്യിലില്ല. പക്ഷേ മോശെ, നീ അറിയാത്ത ചില മന്ന സ്വർഗത്തിലെ ദൈവം മറച്ചു വെച്ചിട്ടുണ്ട്, ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. 40 വർഷം ലക്ഷക്കണക്കിന് പേർക്ക്, ഹല്ലേലൂയ, അവരെത്തേണ്ട സ്ഥലത്ത് എത്തുന്നത് വരെ അവരെ നടത്താനുള്ള നിക്ഷേപം എന്റെ കർത്താവിന്റെ കരങ്ങളിൽ ഉണ്ടെന്ന്. അങ്ങനെയെങ്കിൽ അസാധ്യമെന്ന് തോന്നുന്ന കാര്യത്തെ, പ്രിയ ബിജോയ് പാസ്റ്റേ, കർത്താവിന്റെ ദാസനെ, നിനക്ക് വേണ്ടി ദൈവം തുറക്കുവാൻ ഇന്നു രാത്രി മതിയായവനാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുന്നു. മറഞ്ഞിരിക്കുന്ന മന്ന ലഭിക്കും. പെർഗമോസിലെ സഭയുടെ ദൂതനോട് പറയുകയാണ്. ദൂതൻ എന്ന് പറഞ്ഞാൽ ആ സഭയിലെ പാസ്റ്ററോടാ പറയുന്നത്, ഇടയനോടാ പറയുന്നത്. മറഞ്ഞിരിക്കുന്ന മന്ന ഞാൻ അവർ കൊടുക്കും. 2:26 വായിച്ചേ. എല്ലാം പറയണമെന്നൊക്കെ ഉണ്ട്. 2:26 വായിച്ചേ. നിർത്താൻ ആഗ്രഹിക്കുകയാണ്. വായിച്ചേ. ജയിക്കുന്നവന് ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. ജയിക്കുന്നവന് കിട്ടുന്ന അടുത്ത കാര്യം, അവന് അധികാരം ലഭിക്കുന്നു. അതോറിറ്റി. ജയിക്കുന്നവന് ലഭിക്കുന്ന 4ാമത്തെ കാര്യം അതോറിറ്റി.
പദവി. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ചിലരുടെ പദവിയെ, പൊസിഷനെ ദൈവം മാറ്റും. എത്ര പേർക്ക് ആത്മീക ദൂത് മനസ്സിലാകുന്നുണ്ട്? നിന്റെ മോന്റെ പദവിയെ, ജോലി സ്ഥലത്തുള്ള പദവിയെ ദൈവം മാറ്റും. നിന്റെ മോളുടെ പദവിക്ക് ദൈവം മാറ്റം വരുത്തും. ഇന്ന് രാത്രി ചിലരുടെ പൊസിഷന് ദൈവം മാറ്റം വരുത്തുമെന്ന്. അധികാരം തരും. ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവർത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം നൽകും. വീണ്ടും ചില ദൈവഭൃത്യന്മാരോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ ഒരു ദൂത് കൈമാറട്ടെ. ചില ജാതികളുടെ മേലുള്ള അധികാരം, ചില ഗോത്രങ്ങളുടെ മേലുള്ള അധികാരം, ചില ദേശങ്ങളുടെ മേലുള്ള അധികാരം ദൈവം നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുക. ആ ദേശത്ത് അബ്രഹാമിനോട് പറയാതെ ദൈവം ഒരു കാര്യം ചെയ്യത്തില്ല എന്നുള്ള നിലവാരത്തിൽ നിന്നോട് ചോദിക്കാതെ ദൈവം ഒന്നും ആ ദേശത്ത് ചെയ്യത്തില്ല എന്നുള്ള നിലവാരത്തിൽ ദൈവം നിന്റെ ശുശ്രൂഷകളെ മാറ്റും. അതോറിറ്റി ഇന്ന് രാത്രി ജയിക്കുന്ന ഒരു ദൈവം തരും. പാസ്സാകുക, ജയിക്കുക എന്നതിന് പിന്നിൽ ഒരു പരീക്ഷയുണ്ടെന്ന് മറക്കരുത്. ടെസ്റ്റ് ഉണ്ട്, ടെസ്റ്റ്. എന്റെ ജീവിതത്തിൽ ഞാൻ പറയാം, ഓരോ ജീവിതത്തിലെ ഓരോ ടെസ്റ്റുകൾ കഴിയുമ്പോ അടുത്ത സ്ഥാനക്കയറ്റം ഉറപ്പാ. ചിലപ്പോ ആരോടും പറയാതെ ഉള്ളിന്റെ ഉള്ളിൽ തേങ്ങുന്ന വിഷയമായി ഞാൻ പലപ്പോഴും ഇരുന്നിട്ടുണ്ട്. ഒരാളോടും പറയാതെ ഉള്ളിന്റെ ഉള്ളിൽ കരഞ്ഞ ദിവസങ്ങളുണ്ട്. പുറമെ ചിരിക്കുന്നെന്ന് തോന്നുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ തേങ്ങിയ നാളുകളുണ്ട്. എന്നാൽ എനിക്കൊരു കാര്യം അറിയാം, അത് കഴിയുമ്പോൾ, ഈ പരീക്ഷ കഴിയുമ്പോൾ, അതൊന്നുകിൽ ശരീരത്തിലായിരിക്കാം, അല്ലെങ്കിൽ ശുശ്രൂഷയിലായിരിക്കാം, അല്ലെങ്കിൽ ജോലിയിലായിരിക്കാം, അല്ലെങ്കിൽ കുടുംബത്തിലായിരിക്കാം. നിന്റെ ജീവിതത്തിൽ പരീക്ഷ വന്നു കഴിഞ്ഞാൽ ഓർത്തോണം, ഈ പരീക്ഷ പാസ്സായാൽ അടുത്ത ഒരു സ്ഥാനക്കയറ്റം നിനക്ക് ഉറപ്പാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഈ ടെസ്റ്റ്, ഈ 5 വർഷം നടന്നുകൊണ്ടിരിക്കുന്ന നിന്റെ ജീവിതത്തിലെ ടെസ്റ്റ്, ഈ കഴിഞ്ഞ 3 വർഷമായി നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പരീക്ഷകൾ, കഴിഞ്ഞ ചില മാസങ്ങളായി മാറി മാറി നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പരീക്ഷകൾ കഴിയുമ്പോൾ നിന്നെ ഹല്ലേലൂയ ഒരു പൊന്നുപോലെ കർത്താവ് പുറത്തു കൊണ്ടുവരുമെന്ന് പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്ന ദൈവമക്കളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പരീക്ഷയുടെ സമയത്തൊക്കെ അല്ല, ഇപ്പൊ നാട്ടിലൊക്കെ ആണ്, ഇപ്പൊ മാർച്ച് മാസമൊക്കെ ആകുമ്പോഴത്തേന് ഇപ്പോഴേ പരീക്ഷയാ. പിള്ളേരൊക്കെ ഭയങ്കര പേടിയാ. മാത്സിനെ ജയിക്കുമോന്ന് പറഞ്ഞിട്ട് ഇപ്പോഴേ ആത്മഹത്യ ചെയ്ത ന്യൂസൊക്കെ കേട്ടു. മാർക്ക് കിട്ടുമോന്ന് ചിന്തിച്ചിട്ട്, എന്തായി തീരുമെന്ന് ചിന്തിച്ചിട്ട്. അങ്ങനൊന്നും ആവശ്യമൊന്നുമില്ല. പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞാൽ നിനക്കൊരു വിജയം ഉറപ്പാന്നേ. പക്ഷെ പഠിക്കേണ്ട സമയത്ത് ഇരുന്ന് പഠിച്ചോണം. ഞാൻ ഹൈദരാബാദിലായിരിക്കുന്ന സമയത്ത്, ശുശ്രൂഷയിലായിരിക്കുമ്പോൾ, ഞാൻ ആദ്യം ഹൈദരാബാദിലെ സെക്കന്ദരാബാദ് സൈഡിൽ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ അവിടെ ഹല്ലേലൂയ ഒരു പെങ്കൊച്ച് +2 പഠിക്കുക. പേരും കാര്യങ്ങളൊന്നും പറയുന്നില്ല, ഇതിനകത്തിരിക്കുന്ന പലർക്കും അറിയാം. പരീക്ഷയിൽ ഹല്ലേലൂയ പരീക്ഷയുടെ സമയത്ത് പഠിക്കാതിരുന്നിട്ട് അന്നും പ്രാർത്ഥിച്ചോണ്ട് ഉപവസിച്ചോണ്ടിരുന്നു. പക്ഷെ പഠിക്കുന്നില്ല. പഠിക്കാതിരുന്നിട്ട് പരീക്ഷ പാസ്സാകത്തില്ല. ഉപവസിച്ചു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. പാസ്റ്റർമാരുടെ കയ്യിൽ, എല്ലാവരുടെ കയ്യിലും പ്രാർത്ഥിക്കാൻ വിഷയം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഞാനെന്നാ സഭയിലെ പാസ്റ്റർ, ഞാൻ അന്നേരം ഹല്ലേലൂയ കൊച്ചിനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ മോളെ, ഇപ്പൊ ഉപവസിക്കുകയല്ല വേണ്ടത്, ഇപ്പൊ നീ പഠിക്കുക വേണ്ടേ. പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തോ, ഉപവസിക്കുകയും ചെയ്തോ, പക്ഷേ ഇപ്പൊ പഠിക്കുക വേണ്ടേ. പഠിക്കേണ്ട സമയത്ത് പഠിക്കണം. പരീക്ഷയിൽ കൂടെ കടന്നു പോകേണ്ടപ്പോ പരീക്ഷ എഴുതണം. പരീക്ഷ എഴുതിയാലേ പറ്റൂ. യോസേപ്പേ, നിന്റെ ജീവിതത്തിൽ പോത്തിഫറിന്റെ വീട്ടിലെ അനുഭവം, കാരാഗ്രഹത്തിന്റെ അനുഭവം, പൊട്ടക്കിണറിന്റെ അനുഭവം വേണമെങ്കിൽ ഉപവസിച്ച് മാറ്റാമായിരുന്നു. ഞാൻ പറയുന്ന മനസ്സിലാകുന്ന ദൈവമക്കളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു.
സ്വപ്നം കാണുന്ന, ദർശനമുള്ള അപ്പന്റെ മക്കളാ യോസഫ്. യാക്കോബ് സ്വപ്നം കാണുന്നവനായിരുന്നു. യോസഫ് സ്വപ്നം കാണുക മാത്രമല്ല, ദർശനവും കൂടെ, വെളിപ്പാടും കൂടെ ഉള്ളവനാ, വ്യാഖ്യാനവും കൂടെ ഉള്ളവനാ. പക്ഷെ സ്വപ്നത്തിൽ പോലും താൻ കടന്നു പോകേണ്ട പൊട്ടക്കിണറും കാരാഗ്രഹവും ഒന്നും ജീവിതത്തിൽ വെളിപ്പെട്ടില്ല. ഒരു പ്രവാചകനും വെളിപ്പെടുത്തി കൊടുത്തില്ല. സൂര്യനും ചന്ദ്രനും നക്ഷത്രവും ഒക്കെ വീണ് നമസ്കരിക്കുന്നതൊക്കെ സ്വപ്നം കണ്ടു. തന്റെ സഹോദരന്മാരുടെ തന്റെ കറ്റയെ വണങ്ങുന്ന സ്വപ്നം കണ്ടു. എന്നിട്ട് എന്താ ഈ സ്വപ്നം കാണാൻ? പൊട്ടക്കിണറ്റിൽ കിടക്കും. നമ്മളൊക്കെ വലിയ പാമ്പ് കൊത്താൻ വരുന്നത്, വണ്ടി ഇടിക്കാൻ വരുന്നത്, ശവപ്പെട്ടി. ഞങ്ങളുടെ അടുത്ത് ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു. പുള്ളി എപ്പോഴും ആരെ കണ്ടാലും പറയുമ്പോൾ ഒരു ശവപ്പെട്ടി ഈ വീട്ടിൽ കാണുന്നു. പിന്നെ അവര് എന്നും ഉപവാസം. പുള്ളിയുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ പുള്ളിയെ ശവപ്പെട്ടി പാസ്റ്റർ എന്നാ പിന്നെ വിളിച്ചോണ്ടിരുന്നത്. ഏത് ഹല്ലേലൂയ. ഇപ്പൊ ഒരാളോട് പറയാം നിന്റെ വീട്ടിൽ ശവപ്പെട്ടി കാണുന്നെന്ന് പറഞ്ഞാൽ പിന്നെ അവര് ഇരുന്ന് പ്രാർത്ഥിച്ചോളും. ആക്സിഡന്റ് കാണുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇരുന്നോളും. ഞാൻ ചോദിക്കട്ടെ, യോസഫേ, നീ പൊട്ടക്കിണറ്റിൽ കിടക്കുന്നത് എന്നെങ്കിലും ഒരു സ്വപ്നത്തിലെങ്കിലും കണ്ടായിരുന്നെങ്കിൽ 3 ദിവസം ഉപവാസ പ്രാർത്ഥന വെക്കായിരുന്നല്ലോ. 10-13 വർഷം വേദപണ്ഡിതന്മാർ പറയുന്ന 13 വർഷത്തിലധികം യോസഫ് കാരാഗ്രഹത്തിൽ കിടന്നെന്നാ. 17-ാമത്തെ വയസ്സിലാണെന്ന് തോന്നുന്നു ഏകദേശം അവന്റെ പ്രായം കൂട്ടുമ്പോ. അങ്ങനെയെങ്കിൽ 30-ാമത്തെ വയസ്സ് കഴിഞ്ഞിട്ട് അവൻ ഇവിടെ രാജാവിന്റെ സന്നിധി നിൽക്കുന്നത്. അവന്റെ കയ്യിലും കാലിലും ബന്ധിച്ച ചങ്ങല മുറുകിയിട്ട് മാംസം അതിന്റെ മുകളിൽ കൂടെ വന്നെന്നാ വേദപണ്ഡിതന്മാർ പറയുന്നത്. ഈ മരത്തേലൊക്കെ കമ്പി കെട്ടിയിട്ട് കുറെ നാൾ കഴിയുമ്പോ ആ കമ്പിയുടെ പുറത്തൂടെ ഈ മരം വളരുന്ന കണ്ടിട്ടുണ്ടോ? അതുപോലെ യോസഫിന്റെ ശരീരത്തിലൂടെ 13 നീണ്ട വർഷങ്ങൾ അവൻ കിടന്നേ. നിസ്സാരമായിട്ട് കാണരുത്. ഒരു ദിവസം നാട്ടുകാരുടെ കാര്യങ്ങൾ മൊത്തം സ്വപ്നം കാണുന്ന നീ എന്താ നിന്റെ ജീവിതത്തിലെ കാര്യം സ്വപ്നം കാണാഞ്ഞേ? നാട്ടുകാർക്ക് വേണ്ടി മുഴുവൻ പ്രാർത്ഥിക്കുന്ന നിന്റെ ജീവിതത്തിൽ എന്താന്ന് പലരും ചോദിക്കുമ്പോ നീ ഒരു കാര്യം പറയണം. ഇത് കഴിയുമ്പോ, പരീക്ഷ കഴിയുമ്പോ ഒരു കൊട്ടാരമുണ്ട്. ഞാൻ ഈ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വരുമ്പോ നേരെ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാമോ? തന്റെ ഇടത്തോടെ പറയാൻ കഴിയുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്? ഈ കാരാഗ്രഹത്തിൽ നിന്ന് ഞാൻ പുറത്തോട്ട് വരുമ്പോ നേരെ ഹല്ലേലൂയ പോകുന്നത് രാജാവ് കഴിഞ്ഞാലിരിക്കുന്ന കൊട്ടാരത്തിലെ അവന്റെ സിംഹാസനത്തിന് താഴെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയായിട്ട് ഞാൻ ഇരിക്കാൻ പോകുകയാന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മറഞ്ഞിരിക്കുന്ന ചിലത് ദൈവം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി തുറക്കും. കണ്ണുകൾ അടയ്ക്കാം. ഇനിയും അനേക കാര്യങ്ങൾ ഹല്ലേലൂയ ഇതിനകത്ത് പറയുവാനുണ്ട്. ഞാൻ വാക്യം മാത്രം പറയാം. വെളിപ്പാട് പുസ്തകം 3:5 അവനെ ജയിക്കുന്നവന് 3:5 വായിച്ചാട്ടെ, വായിച്ച് മാത്രം വിടാം. ജയിക്കുന്നവന് വെളിപ്പാട് 3:5 ഒന്ന് വായിച്ചേ. അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. മതി. അടുത്തത് 3:12 വായിച്ചോ. അടുത്തയാൾ വായിച്ചോ. ഫിലദൽഫിയ സഭയോട് പറയുന്ന ദൂത്, ജയിക്കുന്നവന് ഞാൻ അടുത്തത് എന്ത് നൽകും? ജയിക്കുന്നവനെ ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും. ജയിക്കുന്നവനെ ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ തൂണാക്കും. 3:21 ജയിക്കുന്നവന് ലഭിക്കുന്ന 7-ാമത്തെ കാര്യം. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ വരം നൽകും. പത്രോസ് യേശുവിനോട് ചോദിച്ച ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു നിർത്താം. കർത്താവേ, ഞങ്ങള് സകലവും വിട്ട് നിന്നെ അനുഗമിച്ചല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടും? പത്രോസ് ചോദിച്ച ചോദ്യ. ഞങ്ങള് സകലവും വിട്ട് നിന്നെ അനുഗമിച്ചല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടും? കർത്താവ് അവനോട് പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ? നീ സകലവും വിട്ടു പത്രോസേ, നിങ്ങൾ എന്നെ അനുഗമിച്ചെങ്കിൽ എന്റെ പിതാവിന്റെ സന്നിധിയിൽ അവന്റെ വലത്തുഭാഗത്ത് നിങ്ങൾ എന്നോട് കൂടെ ഇരിക്കും. കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്.
നിനക്ക് നിത്യത ലഭിക്കും, നിനക്ക് സ്ഥാനങ്ങൾ ലഭിക്കും. അവിടെ പറയുന്ന ഒരു കാര്യമാ. അതോ അങ്ങനെയെങ്കിൽ വെളിപ്പാട് 3:21 അവസാനത്തെ സഭയോടുള്ള ബന്ധത്തിൽ ലബോദിക്ക സഭയോട് പറയാണ്, അവനെ ജയിക്കുന്നവൻ എന്നോടുകൂടെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഇന്ന് രാത്രി യേശുവിനോടുകൂടെ ഇരിക്കുക എന്ന് പറയുന്ന ഒരു ജയിക്കുന്നവന്റെ ഏറ്റവും വലിയ പദവി. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? വേറെ എവിടെ ഇരിക്കുന്നതിലും നല്ലത്. പത്രോസ് പറയുന്നുണ്ട്, ഇവിടെ ഹല്ലേലൂയ നിന്നോട് കൂടെ ഇരിക്കുന്നത് നല്ലത്, ഇവിടെ നമുക്ക് ഇരിക്കുന്നത് നല്ലത്. താഴെയുള്ള ഹല്ലേലൂയ ശിഷ്യന്മാരെ അവൻ ഓർമ്മയില്ല, തന്റെ കുടുംബത്തിന്റെ ഹല്ലേലൂയ കാര്യം അവൻ ഓർമ്മയില്ല. ഇവിടെ നിന്നോടുകൂടെ ഇരിക്കുന്നത് നല്ലതെന്ന് പറയുമ്പോൾ ഇന്നു രാത്രി തന്നോട് കൂടെ അവനോടുകൂടെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ വരം നൽകുമെന്ന് പറഞ്ഞാൽ അവന് താഴെയല്ല, അവനോടൊപ്പം ഇരുത്താൻ, എൻ്റെ കർത്താവിനോടൊപ്പം ഇരുത്താൻ ആഗ്രഹിക്കുന്ന ആ ഒരു മഹാഭാഗ്യം ഓർക്കുമ്പോൾ ജയിക്കുന്നവൻ എൻ്റെ യേശുവിന്റെ ഒപ്പം ഇരിക്കാൻ പോകുക. സ്തോത്രം. ഇന്ന് രാത്രി നമ്മുടെ തലകളെ ഒന്ന് വണക്കാം. നമുക്കൊന്ന് ഒരു നിമിഷം നമ്മൾ ഇരിക്കാൻ പോകുന്ന പൊസിഷനെ ഒന്ന് ഓർക്കാം. ഫറവോനും ഫറവോനേക്കാൾ ഒരല്പം താഴ്ത്തിയ യോസഫിനെ ഇരുത്തിയ, എന്നാൽ ഇന്നു രാത്രി നമ്മുടെ കർത്താവ് നമ്മെ അവനോടൊപ്പം ഇരുത്തുവാൻ ആഗ്രഹിക്കുന്നവനാണ്. ഈ ലോകത്തിൽ ആരും തന്നേക്കാൾ ഉയരുവാൻ ആരും ആഗ്രഹിക്കാതിരിക്കുമ്പോൾ തന്നോളം ഇരുത്തുവാൻ, ഒപ്പം ഇരുത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു ലീഡറേ ഉള്ളൂ, അതെന്റെ കർത്താവാണ്. ഇന്ന് രാത്രി എത്ര പേർക്ക് ഒരു ആഗ്രഹമുണ്ട്, എൻ്റെ യേശുവിനോടൊപ്പം ഇരിക്കുന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ജയിക്കുന്നവന് ലഭിക്കുന്ന പദവി കേട്ടോ. ഇന്ന് രാത്രി നീ തോൽവിയാകുമെന്ന്, നീ പരാജയമാകുമെന്ന്, നിന്റെ ശുശ്രൂഷ തോൽവി അടയുമെന്ന്, നിന്റെ ഹല്ലേലൂയ ജീവിതത്തിലെ മുമ്പോട്ടുള്ള ഗമനങ്ങൾ പരാജയം അടയുമെന്ന് ശത്രു നിന്നെ കുറിച്ച് പറയുമ്പോൾ ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ ഞാൻ ഈ വചനത്തിലൂടെ വിളിച്ചു പറയട്ടെ, നിന്നെ തന്നോടൊപ്പം ഇരുത്തുവാൻ, നീ ഒരു വിജയമായി തീരുവാൻ എൻ്റെ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരും ഒരു നിമിഷം ആത്മാവിൽ സ്തുതിച്ചാട്ടെ, ആത്മാവിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. ഞാൻ ഈ നിമിഷങ്ങളിൽ തന്നെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. 1-2 മിനിറ്റുകൾ എല്ലാവരും ദൈവസന്നിധിയിൽ. നിന്റെ ഉള്ളിൽ പിശാച് മന്ത്രിച്ച ഒരു മന്ത്രമുണ്ട്, അവൻ ഹല്ലേലൂയ ഉള്ളിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ മെസ്സേജ് പറയുമ്പോഴും നിന്റെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ഒരു ചിന്തയുണ്ട്, ഞാനൊന്നും ഇനി വിജയമാകത്തില്ല, ഇനി ഹല്ലേലൂയ എനിക്കൊരു സക്സസ് ഇല്ല, ഇനിയൊരു ഹാപ്പി ജീവിതമില്ല, എനിക്കൊരു നല്ലൊരു ഉയർച്ചയില്ല, ഞാൻ ഇങ്ങനെ തന്നെ അസ്തമിക്കുമെന്ന് പറയുമ്പോൾ അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ കരം എനിക്കും നിങ്ങൾക്കും വേണ്ടി വെളിപ്പെടും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്നു രാത്രി നിന്റെ പരാജയത്തെ മാറ്റുവാൻ എന്റെ ദൈവത്തിന് ഒരു നിമിഷം മതി. ഇനി മുതൽ നീ കാണുന്ന സ്വപ്നമല്ല, നിന്റെ കൂടെ കിടക്കുന്നവർ കാണുന്ന സ്വപ്നം ഹല്ലേലൂയ യോസഫേ നിന്റെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് ദൈവം കാരണമാക്കും. യോസഫിന്റെ കൂടെ കിടന്ന അപ്പക്കാരനും പാനപാത്രവാഹകനും കണ്ട സ്വപ്നം യോസഫിന്റെ ജീവിതത്തിലെ മാറ്റത്തിന് കാരണമായി. ഇനി മുതൽ നീ കാണാത്ത ചിലതിനെ ദൈവം മറ്റു ചിലരിൽ കൂടെ കാണിക്കും. മറഞ്ഞിരിക്കുന്ന ചിലതിനെ ദൈവം ഇന്നു രാത്രി വെളിപ്പെടുത്തുക. എൻ്റെ ദൈവത്തിന്റെ പ്രവർത്തിക്കുന്ന കാര്യം ഇന്നു രാത്രി ഹല്ലേലൂയ നിനക്ക് വേണ്ടി. ജയിക്കുവാനുള്ള മാനദണ്ഡം നീ ഒരു യഹൂദനായിരുന്നാൽ മതി, ജയിക്കുവാനുള്ള മാനദണ്ഡം നീ ഒരു ദൈവവൈതലായിരുന്നാൽ മതി, ജയിക്കാനുള്ള ഒരു മാനദണ്ഡം നീ ദൈവത്തിൽ ആശ്രയിച്ചാൽ മതി, ജയിക്കുവാനുള്ള ഒരു കാര്യം ദൈവം നിന്നോടുകൂടെ എപ്പോഴും ഉണ്ടായാൽ മതി. നമ്മൾ വായിച്ച കുറിവാക്യത്തിലേക്ക് ഞാൻ മടങ്ങി വന്ന് നിർത്താം. ദാവീദ് ചെന്നിടത്തൊക്കെയും ദൈവം അവന് ജയം നൽകി. കാരണം വേറെ മറ്റു ചില വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ, കാരണം ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. യഹോവ അവൻ പോയിടത്തൊക്കെയും അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് രാത്രി നീ പോകുന്നിടത്തൊക്കെയും, നീ പോകുന്ന സ്ഥലങ്ങളിലൊക്കെയും നിന്റെ കൂടെ എൻ്റെ കർത്താവുണ്ട്. നീ പരാജയപ്പെടാൻ, നീ തോൽവി അടയാൻ ആഗ്രഹിച്ചിരിക്കുന്ന ചിലരുടെ മുമ്പിൽ നീ തോറ്റുപോകത്തില്ല. നിനക്ക് വേണ്ടി കഴുമരം ഒരുക്കി കാത്തിരിക്കുന്നവനോട് ഹല്ലേലൂയ വീട്ടിൽ നിന്ന് തന്നെ ദൂത് പറയുകയാണ്. ഹല്ലേലൂയ അവനൊരു യഹൂദനാണെങ്കിൽ അവന്റെ മുമ്പിൽ നീ തോറ്റുപോകാൻ തുടങ്ങി. ഇന്നു രാത്രി നീ ഒരു ദൈവ പൈതലാണെങ്കിൽ, നീ ഒരു ദൈവത്തെ സേവിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ, നീ കഷ്ടതകൾ സഹിച്ച ദൈവത്തിന്റെ സന്നിധിയിൽ അവന്റെ വാതിൽ കാവൽക്കാരനായി ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ, നിനക്ക് വേണ്ടി ദൈവം അത്ഭുതകരമായ വഴികളെ ഒരുക്കും.
ആര് നിന്നെ പിടിച്ചോണ്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു, ആര് നിനക്കെതിരെ കഴിമരം ഒരുക്കുന്നു, അവരിൽ കൂടെ തന്നെ നിനക്ക് വേണ്ടിയുള്ള ഹല്ലേലൂയ ആ ജൈവിളി മുഴക്കുവാൻ, എന്നു നിന്നെ കഴുമരത്തിൽ കയറ്റുവാൻ ഹാമാൻ ആഗ്രഹിച്ചോ, അന്നു തന്നെ നിന്നെ ജയാളിയായി നഗരത്തിൽ കൂടെ രാജാവ് മാനിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യനെ ഇങ്ങനെ ചെയ്യുമെന്ന് വിളിച്ചു പറയിച്ച് ഹാമാനെ കൊണ്ട് നടത്തിച്ച ഒരു ദൈവമുണ്ട്. ഇന്നു രാത്രി ആ ദൈവം നിന്റെ കൂടെയുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്നു രാത്രി ഒന്ന് വിശ്വസിക്കേ, ഒന്ന് ഏറ്റെടുക്ക. നിന്റെ കാലൊടിഞ്ഞത് നന്നായി ദൈവദാസ. നിന്റെ ശുശ്രൂഷകളെല്ലാം പോയെന്ന് ശത്രു പറഞ്ഞത് നന്നായി. നീ ഇപ്പോ ഹല്ലേലൂയ ഒരു കാരാഗ്രഹത്തിൽ കിടക്കുന്ന അവസ്ഥ പോലാണെന്ന് നിനക്ക് തോന്നുന്നെങ്കിൽ അത് നന്നായെന്നെ. നിന്നെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട്. നിന്നെ ആരും അറിയാതെ നീ ഹല്ലേലൂയ ഒരു കെരീത്ത് തോട്ടിൽ ഒളിച്ചിരിക്കുകയാണോ? നിന്നെ അവിടുന്ന് ദൈവം ഓരോ സ്ഥലങ്ങളിൽ മാറ്റി മാറ്റി കൊണ്ടുവരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇന്നത്തെ ദൂത് ചിലരോടുള്ള വ്യക്തിപരമായ ദൈവിക ആലോചനകളാണ്. അവരത് പ്രാപിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. പരിശുദ്ധ ദൈവമേ, ഇന്നു രാത്രി നിന്റെ ജനത്തിനു വേണ്ടി ദൈവം ഹല്ലേലൂയ അവരോട് ഇടപെട്ട ദൈവിക ആലോചനകൾക്കായി സ്തോത്രം. ദാവീദ് ചെന്നിടത്തൊക്കെയും അവന് ജയം നൽകിയതുപോലെ ഈ ഗ്രൂപ്പിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം ഈ നാളുകളിൽ, ഈ മാസത്തിൽ, ഈ വർഷത്തിൽ, വരുന്ന ദിനങ്ങളിൽ അവരുടെ തലമുറകൾ, അവരുടെ കുഞ്ഞുങ്ങൾ, അവരുടെ ജോലി സ്ഥലത്ത്, അവരുടെ പഠനത്തിൽ എല്ലാം അവർ ഒരു ജയമായി തീരുവാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്തതിനായി സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.